വാർഡ് അറിയാം സ്ഥാനാർത്ഥി അറിയാം എന്ന പരിപാടിയിലേക്ക് ഇപ്പോൾ എൻ്റെ ഒപ്പം ഇരിക്കുന്നത് 3-ാം വാർഡിൽ മത്സരാർത്ഥിയായിട്ട് നിൽക്കുന്ന ആർ വിവേക് എന്ന സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുന്നതിനും അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അടുത്തറിയുന്നതിനും വേണ്ടി മറയൂർ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഹൃദയപൂർവ്വം വിവേക് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇത്തവണ ഇലക്ഷനിൽ നിൽക്കുന്നത് ഏത് വാർഡിലാണ്? 3-ാം വാർഡ് രാജീവ് നഗറിൽ അല്ലെ? രാജീവ് നഗറിലാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അത് LDFന്റെ ബാനറിൽ വരുന്ന CPI എന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വിവേക് നിൽക്കുന്നത്. അപ്പോൾ എത്ര കാലമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി? ഞാനൊരു 13 വയസ്സിലിരുന്ന് രാഷ്ട്രീയത്തിലുണ്ട്. 13 ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 54 വയസ്സായി. ഏകദേശം 4 പതിറ്റാണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തില് പരിചയസമ്പന്നനായ വ്യക്തിയാണ് ഇത്തവണ 3-ാം വാർഡില് മത്സരിക്കുന്ന CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വിവേക്. ഈ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് ഇതിനു മുമ്പ് ഏതെങ്കിലും ഇലക്ഷന് മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല, മത്സരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ 13 വയസ്സ് തൊട്ട് രാഷ്ട്രീയത്തിൽ വന്നത്? എന്തുകൊണ്ട് ഇതുവരെയും ഒരു അത് ഞാൻ മത്സരിക്കാതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടി അടിസ്ഥാനത്തിൽ അവർ സീറ്റ് നൽകുന്നവരല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ സീറ്റ് കിട്ടുമ്പോൾ നമുക്ക് മത്സരിക്കാനത് വെയിറ്റ് ചെയ്യണം. CPIയിൽ നിൽക്കണേക്കാട്ടിലും കൂടുതൽ CPIM-ൽ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഗ്രോത്ത് കിട്ടുമായിരുന്നില്ലേ? അപ്പൊ പിന്നെ ഇത് നമ്മൾ സീറ്റുകൾ വിഭജിക്കുമ്പോൾ ഘടക കക്ഷികൾക്കെല്ലാം വളരെ തുച്ഛമായ സീറ്റുകളെ കൊടുക്കുള്ളൂ. നിങ്ങളൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ അവനവന് കൂടുതൽ പ്രോഗ്രസ് കിട്ടണമെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് മാറാൻ സാധ്യതകളുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഉറച്ചു തന്നെ CPIയിൽ തുടർന്നു പോകുന്നത്? അത് ഞാൻ CPM കാരണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സീറ്റ് കിട്ടിയത് നമുക്ക് CPIയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടിയും തീരുമാനിച്ച് തന്നിട്ടുള്ള സീറ്റാണ് ഒന്ന്. രണ്ടാമത് ഞാൻ വന്നിട്ട് ഈ സീറ്റ് ഇതിനു മുമ്പ് മത്സരിക്കാതെ ചില കാരണങ്ങളുണ്ട്. അതിന് ഞാൻ കുറേ കാലമായിട്ട് പണിക്ക് വേണ്ടിയിട്ട് പുറത്തും അവിടെ ഇവിടെയും പോയ കാരണം നമ്മൾ മത്സരിച്ചിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ മറയൂരിൽ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമ്മളിപ്പം മത്സരിക്കുന്നുണ്ട് ഒന്ന്. രണ്ടാമത് ഈ മത്സരണം നമ്മൾ ഇത് മത്സരിക്കുമ്പോൾ അതായത് പാർട്ടി ചേർന്ന് നമുക്ക് സീറ്റ് നൽകിയ കാരണം നമ്മൾ മത്സരിക്കുന്നുണ്ട്. മത്സരിക്കാൻ എന്തായാലും തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഈ 3-ാം വാർഡില് താങ്കൾ കാണുന്ന പ്രധാനമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് അടിസ്ഥാന സൗകര്യം കുറവെന്നാണ് ആലോചിക്കുന്നത്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന മൊത്തം കുടിമേഖലകൾ അധികമുണ്ട്. അത് കിട്ടത്തട്ട ഒരു 7 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ, 6 കിലോമീറ്റർ, 8 കിലോമീറ്റർ, 9 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 12 കിലോമീറ്റർ, 16 കിലോമീറ്റർ വരയ്ക്കും ഇവിടെ കുടികൾ നമ്മുടെ മറയൂർ പഞ്ചായത്തിൽ ചുറ്റി അറിയിക്കുന്ന കുടികളാണ്. പക്ഷേ കുടികളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം കുറവാണെന്നാണ് ചിന്തിക്കുന്നതാണ്. പക്ഷേ റോഡ് വസതി കുറവാണ്. അവരുടെ വീടുകളും ഇച്ചിരി ഞാൻ പോയി കണ്ടതല്ല, ഇപ്പം വീടുകളും വസതികളും ഇച്ചിരി കുറവാണ്. രാജീവ് നഗറിലേക്ക് രാജീവ് നഗറാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ രാജീവ് നഗറാണ്. മറയൂർ പഞ്ചായത്തിന്റെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അത് 3-ാം വാർഡിൽ ഉൾപ്പെട്ട രാജീവ് നഗറിൽ ചേർന്ന് കിടക്കുന്ന കുടിയാണ്. അത് വെള്ളക്കല്ല്, പുതുക്കൊടി, നാത്തുക്കാട്, എന്നിട്ട് മുളകാംപെട്ടി, തായനാംകുടി, ആളാംപെട്ടി, കരിമുട്ടി, ഇത്ര കുടികൾ ഇതിൽ ചേർന്ന് വന്നതാണ്. അപ്പം ഈ കരിമുട്ടി കുടി എന്ന് പറയുന്ന സ്ഥലമൊക്കെ കുറേ കാലമായി അവർക്ക് 2 സൈഡും ഒരു ഇപ്പുറത്തും ഒരു നടപാതയും അപ്പുറത്തും ഒരു റോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നടക്കാൻ പറ്റിയില്ല, അത്ര കയറ്റമാണ്. ഇപ്പോൾ ഇന്ന് പറഞ്ഞാൽ റോഡ് ഇച്ചിരി കൂടുതലുണ്ട് എവിടെ പോയാലും. അപ്പം അവർക്ക് കയറി ഇറങ്ങാൻ ഒരു സൗകര്യമില്ല. അവിടെ ഒരു റോഡ് നമുക്ക് നല്ലൊരു പാത ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എന്നോട് ഇത്. കരിമുട്ടിക്കുടിയിൽ ഓൾറെഡി ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴി വേറൊരാള് വന്ന് മണ്ണിട്ട് മൂടി. പകരം പഞ്ചായത്ത് മറ്റൊരു വഴി കൊടുത്തു. കരിമുട്ടിക്കുടിയിൽ വളരെ ദയനീയമായ ഒരു വാർത്ത പുറത്തു വന്നത് പത്രമാധ്യമങ്ങളിൽ കൂടെ ഞാൻ അറിഞ്ഞൊരു വാർത്തയാണ്. അവർക്ക് വീട് പണിയണമെങ്കിൽ ഏതോ ഒരു വ്യക്തിക്ക് കപ്പം കൊടുത്തുകൊണ്ട് വേണം അവർക്ക് വീട് അവിടെ പണിയുന്നതിന് വേണ്ടിയിട്ട്. കാരണം അവരുടെ കുടിയിലേക്ക് പോകുന്നതിനുള്ള 2 വഴികൾ ഉണ്ടായിരുന്നത്. ഒരു വഴി മണ്ണിട്ട് മൂടപ്പെട്ട ആ ഒരു 3 അടി വീതിയുള്ള കോൺക്രീറ്റഡ് ആയിട്ടുള്ള വഴി. രണ്ടാമത്തെ വഴി 128 സ്റ്റെപ്പുള്ള മറ്റൊരു വഴി. ഇതിൽ കൂടെ ചരക്കുകളൊന്നും തന്നെ കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല.
പക്ഷേ അവരുടെ കുടിയിലേക്ക് എത്തണമെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കൂടെ വരാനായിട്ട് ഇവരുടെ മെറ്റല്, സിമന്റ്, പിന്നെന്താ കല്ല്, ഇരുമ്പ് തുടങ്ങിയ സാധനങ്ങള്, കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടണമെങ്കിൽ മറ്റൊരു വഴി പോസിബിൾ ആണ്. ആ വഴി ഒരു സ്വകാര്യ വ്യക്തിയുടേത് കൂടിയാണ്. ഈ വഴിയിൽ കൂടെ ഇവർ കടന്നു വരണമെങ്കിൽ, ഇവരുടെ സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ആ സ്വകാര്യ വ്യക്തിക്ക് പണം കൊടുത്തിട്ട് വേണം ഇവര് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സത്യമാണോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ? സത്യമാണോ? അതെ, അത് പണം കൊടുത്ത് അവർ അങ്ങനെ പോകുന്നൊന്നും ഞാൻ അറിയപ്പെട്ടിട്ടില്ല. പക്ഷെ അവിടെ ഈ വഴി ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അല്ല, അവർക്ക് പോകാൻ വഴിയില്ല. ഈ സ്റ്റെപ്പിൽ കൂടെ കയറി ഇവർക്ക് ചരക്ക് കൊണ്ടുപോകാനായിട്ട് അവിടേക്ക് സാധ്യമല്ല. ഈ കുഞ്ഞു വഴിയിൽ കൂടെ പോകാനും പറ്റില്ല. പിന്നെ ഈ കല്ലും മണലും മെറ്റലും സിമെന്റും ഈ സാധനം തലച്ചുമടായിട്ട് കൊണ്ടുപോകാനും സാധ്യമല്ല. പിന്നെ വണ്ടിയിൽ കൂടെ തന്നെയല്ലേ അവിടേക്ക് വരാൻ പറ്റുള്ളൂ. ഈ വ്യക്തി ഇത് സമ്മതിക്കാറില്ല കൊണ്ടുപോകുന്നതിന്. അപ്പൊ അയാൾക്ക് എന്തെങ്കിലും ഒരു തുച്ഛമായ തുക കൊടുത്തത് കൊണ്ട് വേണം അയാൾ, അതായത് ഒരു ചുരുക്കി പറഞ്ഞ ഒരു സ്വകാര്യ ടോളാണ് അവിടെ നടത്തിക്കൊണ്ടുവരുന്നത്. ഇത് പറഞ്ഞത് മറയൂരിലെ കരിമുട്ടിക്കുടിയിലെ നിവാസികളാണ് നമ്മളോട് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്ന ഒരു പുതിയ സ്റ്റോറി ഒന്നുമല്ല. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പലവട്ടം ഇവര് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്, വില്ലേജ് ഓഫീസിൽ പോയിട്ടുണ്ട്, അതിനുശേഷം പഞ്ചായത്തിൽ പോയിട്ടുണ്ട്. ഇവിടെ ഒന്നും നിവർത്തി കിട്ടാതെ ഈ പാവപ്പെട്ട കുടിക്കാര് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പവറുള്ള കളക്ടറുടെ അടുത്തേക്ക് പരാതി പോകുന്നു. കളക്ടർ വീണ്ടും ഇത് സബ് കളക്ടർക്ക് കൊടുക്കുന്നു. സബ് കളക്ടർ ഇവിടെ നേരിട്ട് വന്ന് അന്വേഷിക്കുന്നു, സർവേയർ വന്ന് അന്വേഷിക്കുന്നു. ഇവരെല്ലാം അന്വേഷിച്ചിട്ടും ഇന്നും ആ വഴി അവർക്ക് കിട്ടിയിട്ടില്ല. ഏകദേശം 40 വർഷത്തോളം ഉപയോഗിച്ചു കൊണ്ടിരുന്ന വഴിയാണ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത്. ഇപ്പൊ അവർക്ക് ഒരു വഴിയില്ലല്ലോ. ഇല്ല, നിങ്ങൾ പറഞ്ഞ പോലെ ആ സ്റ്റെപ്പും മറ്റേ മണ്ണിട്ട് മൂടി കിടക്കുന്ന ആ വഴിയും അപ്പുറത്ത് നമ്മുടെ ഈ കുടിയാർ ആറ്റിന്റെ ആ ആറ്റ് ഒട്ടി അതിന്റെ ഒരു റോഡ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ വണ്ടി കയറി പോകാനും സാധ്യമല്ല. അത് ശരിയാണ്, ഏറ്റമാണ്. നടക്കാനും പറ്റില്ല. നടക്കുവാണെങ്കിൽ സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ആറ്റിൽ കിടക്കും, കൊക്കയിലേക്ക് താഴെ പോകും. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ, പലപ്പോഴും ഗർഭിണികളെയും അതുപോലെ വയസ്സായിട്ടുള്ള ആൾക്കാരെയും അസുഖം ബാധിച്ചിരുന്ന ആൾക്കാരെയും ഇപ്പോഴും അവര് 2 വടി വെച്ച് അതിനകത്ത് പുതപ്പില് കവർ ചെയ്ത് തോളിൽ ചുമന്നുകൊണ്ട് താഴെ റോഡിലേക്ക് വാഹന സൗകര്യം വരുന്ന ഒരു സ്ഥലത്തേക്ക് വരെ ചുമന്നുകൊണ്ട് ആളുകളെ എത്തിക്കേണ്ട സാഹചര്യമുള്ള ഒരു കുടിയാണ് ഈ പറയുന്ന കരിമുട്ടിക്കുടി. കരിമുട്ടിക്കുടി ഏകദേശം ഇവിടുന്ന് 2 കിലോമീറ്റർ മാത്രമാണ് റോഡിന്റെ അവിടുന്ന് ഡിസ്റ്റൻസ് ഉള്ളൂ. അത്ര ഡിസ്റ്റൻസ് ഉള്ളൂ. എന്നാൽ 10 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസ് ഉള്ള കുടികളിലേക്ക് ജീപ്പ് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഈ പ്രശ്നത്തിൽ താങ്കൾ എന്ത് ചെയ്യാനാണ് ഇനി ജയിച്ചു കഴിഞ്ഞാൽ? ആ പ്രശ്നത്തിൽ നമ്മൾ തലയിട്ട്, പക്ഷെ അവർക്കൊരു നല്ല ഒരു വഴി ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാനൊന്ന് ആഗ്രഹിക്കുന്നു. ഈ പ്രശ്നം ഇപ്പോ എവിടെയാണെന്നറിയോ? ഈ പ്രശ്നം ഇപ്പം കോടതിയിലുണ്ടെന്ന് പറഞ്ഞു. ഏത് കോടതിയിലാണെന്നറിയോ? അത് എനിക്കറിയില്ല. ഈ പ്രശ്നം ഇപ്പൊ ഉള്ളത് കേരളത്തിന്റെ പരമോന്നത കോടതിയായിട്ടുള്ള ഹൈക്കോർട്ട് ഓഫ് കേരളയിലാണ് ഈ കേസ് ഇപ്പൊ റിപ്പറ്റീഷൻ ആയിട്ടുള്ളത്. ഈ പ്രശ്നം ഇവിടെ വരെ എത്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല. ഇതിൽ രാഷ്ട്രീയക്കാര്, രാഷ്ട്രീയ പ്രവർത്തനം ഒരു ചെറിയ നിസാരമായ ഒരു പ്രശ്നമാണ്. അത് ഇവിടെ വെച്ച് തീർക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇപ്പൊ കോടതിയുടെ പോലും വിലയേറിയ സമയം കളഞ്ഞുകൊണ്ട് അവിടെ വരുന്നത്. ആ സ്വകാര്യ വ്യക്തിയെ സംബന്ധിച്ചിട്ടും പ്രശ്നം ഉണ്ടായിരിക്കും. അയാളുടെ ഭാഗവും കേട്ട് ഒരു രമ്യമായ പരിഹാരത്തിൽ എത്തിയിരുന്നു എങ്കിൽ ഇരു കൂട്ടർക്കും മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാക്കായിരുന്നു. അതെ, അതിങ്ങനെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ മുഖ്യസ്ഥരായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഇടപെട്ടിരിക്കണം. ആരായിരുന്നു ഈ പ്രശ്നം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി ഇത് ചെയ്തത്? അവിടെ കരിമുട്ടിക്കുടിയിലെ വാസുവിന്റെ അവരുടെ മോളാണ് ചെയ്തത്. മോളാണ് ഈ വലിയ പ്രശ്നം ആദ്യം തുടങ്ങിയത്. ഇത് കുറെ കാലം സാർ പറഞ്ഞ പോലെ 40 വർഷമായിട്ട് നേരത്തെ ആ പുള്ളി മരിച്ചു. രവി എന്ന് പറഞ്ഞ ഒരു പുള്ളി, ആ പുള്ളിയാണ് ഈ വലിക്ക് വേണ്ടിയിട്ട് ഭയങ്കര പാടുപെട്ടത്. അപ്പോഴാണ് ഈ വലിയൊക്കെ ഇങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ സ്റ്റെപ്പും കെട്ടി ഇങ്ങനെ കൊടുത്തു. അതിൽ ഇറങ്ങി വരാൻ പറ്റിയല്ല. അതുപോലെ തന്നെ ആ മണ്ണ് മൂടി കിടക്കുന്ന ആ കല്ല് വെച്ചിരിക്കുന്ന അതിലും നടന്നു വരാൻ പറ്റിയല്ല. ഇപ്പോഴും മഴ അടിച്ച് അതിലെല്ലാം ഇന്നും കൂടെ രാവിലെ നാം പോയിട്ട് വന്നതാണ്. മൊത്തം അതിൽ നടക്കാൻ പറ്റിയല്ല. അതുപോലെ അപ്പുറത്ത് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞാലും സാറ് പറഞ്ഞോളൂ, അത് നമ്മൾ ചെറുതായിട്ടൊരു സ്ലിപ്പായാലും കുട്ടികൾ പോകും, അതിൽ വണ്ടി കയറ്റാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവരുടെ നിലമ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യാൻ, അത് എങ്ങനെ ചെയ്താൽ അത് പരിഹരിച്ച് അവർക്കൊരു നല്ലൊരു വഴി ഉണ്ടാക്കി കൊടുക്കാൻ്റെ എൻ്റെ ഒരു
ഇതാണ്. അതുപോലെ രണ്ടാമതായിട്ട് നിങ്ങളുടെ വാർഡില്, 3-ാം വാർഡില് എന്താണ് നിങ്ങൾ കാണുന്ന ഒരു പ്രശ്നം? അത് കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ കുടിയിൽ മേലെ ഒന്ന് ഈ ആളാമ്പെട്ടി കുടിയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അവർക്കും ശരി റോഡ് ഇട്ടിട്ടുണ്ട്, അത് അവിടെ എവിടെയും വിട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ അവർക്കൊരു വീട് കയറി പോകുമ്പോൾ അവിടെ പോയി നോക്കിയാൽ അറിയാം, മഴ പെയ്ത് കഴിഞ്ഞാൽ വെറും ചെളിയാണ്. ആലാമ്പട്ടി റോഡിന് ഇപ്പം ഒരു കുറച്ച് സ്ഥലം കോൺക്രീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറെ സ്ഥലം മഡ് റോഡ്, പിന്നെ വീണ്ടും കോൺക്രീറ്റഡ് റോഡ്. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മഡ് റോഡിലുള്ള ചെളി മഴ പെയ്യുമ്പോ ഈ കോൺക്രീറ്റ് റോഡിലേക്ക് വരും. വന്നു കഴിയുമ്പോ അവിടെ റോഡ് നാശമായി പോകും, സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലമായിട്ട് മാറും. ഇത് പണിത ആൾക്കാർക്ക് അറിഞ്ഞൂടെ? അതല്ലേ ഇവര് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ അവിടെ അത് ഈ വെള്ളം പോകാൻ്റെ അത് ഒരു അഴുക്ക് ചാനലൊന്നും ഉണ്ടാക്കണം. അത് ഉണ്ടാക്കി ഈ വെള്ളം റോട്ടിൽ വരാതെ നമ്മൾ അതൊന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ആ റോഡ് വൃത്തിയായിട്ടിരിക്കും. ഇവർ അവിടെ പോകുന്ന അഴുക്ക് ചാനലിൽ കൂടി മറ്റു വെള്ളങ്ങൾ പോകും. അത് ഇവരാണ് ചെയ്യേണ്ട പണിയായിരുന്നു. അപ്പം നേരത്തെ അവർ ആ പണി ചെയ്ത് അത് പൂർത്തി ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ അവർക്ക് ആ സൗകര്യം കറക്റ്റായിട്ടൊന്നുമുണ്ട്. അതുപോലെ അവിടെ കുറേ പണിയുണ്ട്. അവിടെ ഇനി അത് അവർ വീട് കയറുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ചെളിയാണ് മൊത്തം. അപ്പോൾ അതിനുള്ളിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്കൊരു 3 അടിയായിട്ട് നമുക്കൊരു ചെറിയ സിമെൻ്റ് ഇട്ട് നമുക്കൊരു റോഡ് കൊടുത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. അതുപോലെ അവർക്കും നമ്മൾ അങ്ങനെ ഒരു ചെയ്തു കൊടുക്കും. അല്ല, ഈ കാട്ടുപാതയിൽ കൂടെ വഴി കൊടുക്കുമ്പോഴുള്ള മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ ആലാമ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ ഈ വഴി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കാട്ടാനകൾ ഒരുപാട് സഞ്ചരിക്കുന്ന സ്ഥലമാണ്. അതുപോലെ കാട്ടാനകൾ മാത്രമല്ല, മറ്റു മൃഗങ്ങളും മറ്റു വന്യമൃഗങ്ങളും കൂടെ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്ത് നല്ല റോഡാക്കി കഴിഞ്ഞാൽ അതിൽ കൂടെ ആളുകൾ വാഹനം ഓടിച്ചു കയറാൻ തുടങ്ങും. ഇങ്ങനെ വരുന്നത് വന്യമൃഗങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ? അല്ലല്ലോ, വന്യമൃഗങ്ങൾക്ക് ഒരു ശല്യമല്ലല്ലോ. അവർ റോട്ടിൽ കൂടി നടക്കുകയാണെങ്കിൽ അവർ നടന്ന് പോയിക്കൊള്ളും. ഇല്ല, അവർക്ക് ശല്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആന ഇതിൽ കൂടെ ക്രോസ് ചെയ്ത് വരികയാണ്. ആന സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു റോട്ടിൽ കൂടെ തന്നെ, ഒരു വഴി കൂടെ തന്നെ ആന നടന്നു പോവുകയുള്ളൂ. അപ്പൊ ഇതിങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടികൾ ഇപ്പൊ അധികം വഴി പോകുന്നില്ല. വണ്ടികൾ അവർ കുടിക്കാരുടെ വണ്ടികളെ പോകുന്നുണ്ട്. അവർ ആന എപ്പോഴാ കയറി വരുന്നത്, ആന എപ്പോഴാ മാറിക്കൊള്ളുന്നത്, അവർ അതനുസരിച്ച് പോകുന്നുണ്ട്. പിന്നെ അല്ലാതെ പ്രൈവറ്റ് വണ്ടി അവർ അധികം പോകുന്നില്ല. പ്രൈവറ്റ് വണ്ടി ആയാലും അവർക്കറിയാം, ആ കുടിയിൽ കയറി പോകുന്നവർക്കറിയാം ആന എവിടെ നിൽപ്പുണ്ട്, എങ്ങനെ കയറും എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അവർ പോകുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ സ്കൂൾ ട്രിപ്പ് ജീപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ അവർ ഹോസ്പിറ്റലിൽ കേസ് കിട്ടി എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വണ്ടി, അപ്പോൾ അവർ പ്രൈവറ്റ് വണ്ടികൾ പോകും. ഇപ്പോൾ റോഡ് നല്ല റോഡാണെങ്കിൽ അവർക്കൊരു സൗകര്യമായിട്ട് അവർ വന്ന് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ കേസുണ്ട്. ഇപ്പോൾ നോക്കിയാൽ അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഒരു ആംബുലൻസ് പോകുന്നതാണ്. പക്ഷേ അത് നമുക്ക് ഇവിടെ നിന്ന് വെച്ചാൽ ഒരു 6 കിലോമീറ്റർ എന്തേ ഉള്ളൂ. അവിടെ അതേപോലെ മെയിൻ റോഡിൽ ഇരുന്ന് അവിടെ കയറുന്നത് ഒരു 200-250 മീറ്ററേ ഉള്ളൂ. ഒരു ആംബുലൻസ് കയറിൻ്റെ സൗകര്യമുള്ള സ്ഥലമാണത്. അത് അങ്ങനെ ഇല്ല. അപ്പോൾ ഇന്ന് അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ അല്ലല്ലോ. അവർ കിട്ടുന്ന കാര്യം എന്തെങ്കിലും വാങ്ങിക്കുക, കഴിക്കുക, അവരുടെ പണി ചെയ്യുക, അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഈ രോഗികളായിട്ട് അവർ എത്ര രോഗികളായിട്ട് ഇങ്ങനെ വരുന്നവർക്ക് അവിടെ ഒരു സൗകര്യമാണെങ്കിൽ അവിടെ നിന്ന് പ്രൈവറ്റായിട്ട് ഒരു വണ്ടി നമുക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കയറി അന്ന് ഇവിടെ വന്നിട്ട് ഒരു ആംബുലൻസ് അവർ ഏർപ്പാട് ചെയ്തിട്ടാണ് വേറെ ഹോസ്പിറ്റലിൽ അവർ പോകുന്നുണ്ട്. അപ്പം അതൊരു സൗകര്യം നമുക്കത് വേണം. ഇച്ചിരി അകലെയുള്ളതാണെങ്കിൽ ഇച്ചിരി വന്യമൃഗ ശല്യങ്ങളുണ്ട്, അത് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അത് കാരണം നമുക്കത് വേണ്ടാന്ന് വയ്ക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ചെറിയ ഒരു കാര്യങ്ങൾ ചെയ്താൽ അവരുടെ വളർച്ച നമുക്ക് കാണാം. ഈ തൊട്ടടുത്ത സ്ഥലമാണ്, ആലാമ്പട്ടിയുടെ തൊട്ടടുത്ത സ്ഥലമാണ് ചമ്പക്കാടുള്ള ആളേനെയാണ് ആന ചവിട്ടിക്കൊന്നിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ ആനകള് ഡേഞ്ചർ ആണ് എന്നതിൽ സംശയമൊന്നുമില്ല. അവിടുത്തെ മൃഗങ്ങള് അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആനിമൽസ് തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോ ഈ സ്ഥലങ്ങളിലേക്ക് വണ്ടി സൗകര്യത്തിന് വേണ്ടി കൂടുതൽ റോഡ് നിർമ്മിക്കുന്നത് വന്യജീവികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫെൻസിങ്ങുകൾ സ്ഥാപിച്ചതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ജനങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും തമ്മിലുള്ള കൃത്യമായ അതിരുകൾ വെച്ചുകൊണ്ട് തന്നെ വേണം അത് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ഒരു കൂട്ടര് വന്ന് അവിടെ റോഡ് ഇട്ടിട്ട് പോകും, മറ്റു കൂട്ടര് വന്ന് അതിന് തടസ്സം പറയും.
അപ്പൊ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ. പൊതുജനങ്ങൾക്ക് ഒരു തടസ്സമൊന്നുമില്ലല്ലോ, അങ്ങനെ തടസ്സം ചെയ്യാന്നുള്ളത്. അല്ല, നമ്മൾ മറയൂരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജനങ്ങളുടെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു പ്ലാനിങ്ങിലേക്ക് പോകരുത്. കാരണം മറയൂർ എന്ന് പറയുന്നത് ജൈവ വൈവിധ്യ സമ്പുഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും അതുപോലെ മനുഷ്യർക്കും ഒരുപോലെ ഇവിടെ ഇടപഴകാനായിട്ട് സാധിക്കണം. അത്തരം പദ്ധതികളായിരിക്കണം എപ്പോഴും മറയൂർ എന്ന പഞ്ചായത്തുമായി ഡിസൈൻ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റുകളും. മനുഷ്യന് വേണ്ടി സൗകര്യത്തിന് വേണ്ടി ചെയ്താൽ അത് മൃഗങ്ങൾക്കോ മറ്റ് സസ്യങ്ങൾക്കോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പരിസ്ഥിതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് അത്ര പ്രോത്സാഹനജനകമായ ഒരു കാര്യമല്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. ജനങ്ങൾക്ക് നമ്മൾ ഒരു പഞ്ചായത്ത് നമുക്ക് രൂപീകരിക്കുക, ഇതൊക്കെ നമ്മൾ ഗവൺമെൻറ് ഇതൊക്കെ കൊണ്ടുവരുന്ന കാരണം ജനങ്ങളും നന്നാകണം. പക്ഷേ ജനങ്ങളെ ചുറ്റിയുള്ള എല്ലാ സ്ഥലങ്ങളും കാടുകളാർത്താലും മണ്ണിമരങ്ങളാർത്താലും അവർക്കൊരു പാതുകാപ്പ് വേണം. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ ഗവൺമെൻറ്. എന്നാലും ജനങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ പ്രശ്നമായിട്ട് നിങ്ങൾ പറഞ്ഞത് ഈ ആലമ്പട്ടി കുടിയിലുള്ള പ്രശ്നമാണ്. ഇനി മൂന്നാമതായിട്ട് ഒരു പ്രശ്നം പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാം? മൂന്നാമെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള പൊതുവായിട്ടുള്ളത് കരുത്തുകളാണ്. അതെന്താന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്ന് ഇവിടെ ടൂറിസ്റ്റ് മേഖലയാണ് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റ് സംബന്ധിച്ചോളം ഒരു വണ്ടി പാർക്കിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യങ്ങളില്ല. ഇപ്പോൾ കുറേ ഒരു 10 വണ്ടി കയറി വരികയാണെങ്കിൽ നമുക്ക് ട്രാഫിക്കാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒന്ന് മാറ്റി ചിന്തിക്കുന്നതിന് എനിക്കൊരു ഇതുണ്ട്. പിന്നെ നമുക്കൊരു വെയിറ്റിംഗ് സെറ്റ്, അതായത് ബസ് സ്റ്റാൻഡിൽ നമുക്കൊരു നല്ല ബസ് സ്റ്റാൻഡും അതായത് കളിപ്പിടം, നല്ല ഒരു നവീന കളിപ്പിടം ഉരുവാക്കണം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ടൂറിസ്റ്റുകൾ വന്നാലും നിങ്ങൾ ഇപ്പോൾ നോക്കിയോ, ഈ ടൗൺ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൊതുമസ്ഥാനം അവിടെയൊക്കെ പോയി കാണുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെ കോളേജും മറ്റേ കുടുംബവും എല്ലാം ചേർന്ന് വന്ന് ഒരു സ്ഥലങ്ങളായിപ്പോയി. അവർക്കൊരു ഒരു വേസ്റ്റ് ഇടുന്നതൊക്കെ ചുമ്മാ വെറുതെ കളഞ്ഞിട്ട് പോവുക. ഒന്ന്. രണ്ടാമത് അവർക്ക് അവിടെ ബാത്റൂം സൗകര്യം വേണം. കാരണം ബാത്റൂം സൗകര്യം എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണെങ്കിൽ എവിടെയെങ്കിലും പോയി മുതി കയറും. പെണ്ണുങ്ങളൊക്കെ വന്ന് നാണൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങളിതേ അവിടെ പോയിട്ടോ അത് ഇവിടെ പോയിട്ടോ എന്ന് പറഞ്ഞ്. ഇപ്പോൾ അതിന് ഈ പമ്പിൽ എല്ലാവരും കയറുന്നതാണ്. പമ്പിൽ കയറുന്നതാണെങ്കിലും പമ്പിലിരിക്കുന്ന ടാങ്കല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളം ചില സമയത്ത് വരത്തില്ല. അപ്പോൾ അതിന് ഒരു ഓർഡറുണ്ട്, അത് ഈ കോടതി ഓർഡറുണ്ട്. അതായത് കട്ടായമായിട്ട് നമുക്ക് പമ്പിൽ പോകാൻ പറ്റില്ല. അപ്പോൾ പൊതുജനങ്ങളെ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുന്നു. പെട്രോൾ പമ്പിൽ പോകാൻ പാടില്ലെന്നോ? ആമാ, ഗവൺമെൻറ് കോടതി ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടല്ലോ കട്ടായമായിട്ട്. അതായത് നമ്മൾ അവരോട് നിർബന്ധമായിട്ട് പറഞ്ഞ് നമ്മൾ പോകാൻ പറ്റില്ല. ഏത് പെട്രോൾ പമ്പിലും ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് ഓർഡർ ഉള്ളത്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പെട്രോൾ പമ്പുകാർ പറഞ്ഞ തെറ്റായിരിക്കും. ഏത് പെട്രോൾ പമ്പിലും അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി മസ്റ്റ് ആയിട്ടും പൊതുജനങ്ങൾക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് പെട്രോൾ പമ്പുകാർ ഇത് പറയാൻ കാരണം ഒരു ടൂറിസ്റ്റ് ബസ് മൊത്തം വന്നു, ഒരു 40 പേര് 50 പേര് അവിടെ പോകുന്നു, തൊട്ടടുത്ത ആൾക്കാർ വരുന്നു, അങ്ങനെ പോകുന്നു. അതുകൊണ്ട് പറഞ്ഞായിരിക്കാം. പക്ഷെ കോർട്ട് ഓർഡർ ഉള്ളത് കൃത്യമായിട്ട് പെട്രോൾ പമ്പുകളില് ഒരു മലമൂത്ര വിസർജ്യത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അതുപോലെ കുറച്ച് അമ്യൂണിറ്റീസും കൂടെ അവിടെ പറയുന്നുണ്ട്. അവർക്ക് ചെറിയ റിലാക്സ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടീ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഡ്രിങ്ക്സ് വെള്ളം കുടിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അതുപോലെ എയർ ചെക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇതെല്ലാം അതിന്റെ ലൈസൻസിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ ഉണ്ട്, അത് നമ്മളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ വണ്ടി ഒതുക്കാന്ന് വെച്ചാൽ കുറെ സ്ഥലങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ അവിടെയാ. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം അവിടെ നിർത്തുന്ന കാരണം മൊത്തമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 2-3 ബസ്സൊക്കെ ഒന്നിച്ച് വരുന്നതാണ്. വരുമ്പോൾ എല്ലാം മൊത്തം കയറുന്നപ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പബ്ലിക് ടാപ്പ് വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വെച്ച് ഒരു കുടുംബ ജീവിതം കഴിഞ്ഞു പോവാം. അത് ശുദ്ധീകരിക്കണ്ടേ? അപ്പോൾ അതിന് നമുക്കൊരു കുടുംബം ജീവിച്ച് പോവാം. അത് ശുദ്ധീകരിപ്പം നന്നാവും. വരുന്നവർക്ക് ഒരു നിസ്സാര പൈസ മേടിച്ച് അവർക്കൊരു കുളിക്കാനോ ഒരു ഡ്രസ്സ് മാറാനോ ഒരു ബാത്റൂം നല്ല രീതിക്ക് പോകണോ ചെയ്യാം. പക്ഷേ വരുന്നവരെല്ലാവരും നമുക്ക് ഈ ടൂറിസ്റ്റ് മേഖല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തെയും പോയി അവിടെ എവിടെയും കുളിച്ചിട്ട് അവർ പോയി റൂം എടുത്ത് അവിടെ എവിടെയും പോയി ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ ചെയ്യണം. അതുപോലെ നമുക്കിവിടെ പാൽസുകൾ നിറയെ ഉണ്ട്, തൂവാണം പാൽസൊക്കെ ഉണ്ട്. ഈ തൂവാണം പാൽസൊക്കെ നമുക്കൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊന്ന് നമ്മൾ അതിൻ്റെ അധികാരികളോട് ബന്ധപ്പെട്ട് അതിനൊന്ന് നമ്മളൊന്ന് കറക്റ്റായിട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഫോൾസിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരം പോകണ്ടേ?
അത് നമുക്ക് ആളാംപെട്ടിയിലിരുന്നാണ് താഴെ ഇറങ്ങി പോകുന്ന വഴി. അതല്ലാതെ ഇപ്പുറത്ത് നമ്മുടെ പൊതുമസ്ഥാനത്തിലൂടെ നേരത്തെ ഒരു വഴി ഉണ്ട്. അതുകൊണ്ട് റോഡായിട്ടല്ല, നമുക്കൊരു വഴി ഉണ്ടാക്കി നേരത്തെ അളന്ന് എടുത്തതാണ് അവിടെ തൂവാനം പാലസിന് ഒരു റോഡ് എടുക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ബെൻഡിങ്ങിലാണ്. അപ്പൊ അത് ആ തൂവാനം ഫോൾസിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അതീവമായിട്ടുള്ള ഗുരുതരമായ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങള്, വന്യമൃഗങ്ങൾ ഒരുപാട് വിഹരിക്കുന്ന സ്ഥലം, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തൂവാനം വാട്ടർഫോൾസിനെ നമ്മൾ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലതാണോ? അല്ല, നമുക്ക് ചിന്തിക്കാൻ പറയുക അങ്ങനെയുള്ള നമുക്കൊരു വളർച്ച വേണ്ടേ. അതായത് നമ്മുടെ നാടിനെ ഈ ടൂറിസത്തിന്റെ പേരില് അങ്ങ് നമ്മള് വളരാൻ വേണ്ടി വളർത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഡോൾമെൻസ് ഇവിടെ മാത്രമല്ല, അതായിപ്പോ നമുക്ക് ഇപ്പോ വന്യമൃഗങ്ങൾ ഇതുകൊണ്ട് വിവസായങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് എല്ലാവരും ലാജി കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പൊ ടൂറിസ്റ്റ് വെച്ച് ചില കുടുംബങ്ങളും നമുക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ടൂറിസ്റ്റിന് വേണ്ടിയ സൗകര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലിരുന്ന് ഒരു 10 കുടുംബം ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കാം. അപ്പൊ ഇതാണ് നമ്മളോട് ചിന്ത. അതുപോലെ ഇപ്പടി ഇങ്ങനെ ഓരോരെണ്ണം അപ്പോൾ ഒരു പാർക്കിങ് ഒരു പാർക്കിങ് വേണം. അത് ശരിயான പാർക്കിംഗ് ഇല്ല. ഇപ്പം നമുക്ക് പാർക്കിംഗ് ടൂറിസ്റ്റുകാർ ചോദിച്ചിട്ടേ അവിടെ പോകുന്നുണ്ട്. അത് ഒരു സ്ഥലത്ത് വേണം, ഒരു വണ്ടി ഒരുങ്ങി കിട്ടാനുള്ള ഒരു സ്ഥലം എത്തിച്ചേർക്കണം. അതുപോലെ ഒരു നല്ലൊരു നമുക്ക് ബസ് സ്റ്റാൻഡിൽ നമുക്കൊരു കൂറ അമിച്ച് അവർ വെയിറ്റിംഗ് സെറ്റ് ഉണ്ടെന്നാലും പക്ഷേ അകത്താ കയറി നിൽക്കേണ്ടത്. അപ്പോൾ ഇവർ എല്ലാവരും മുമ്പിൽ നിന്നിട്ട് ബസ് എപ്പോഴും കാണുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്കൊരു ശരിயான മുറയിൽ ചെയ്യണം. അതുപോലെ അത് കാലമായിപ്പോയി നമ്മുടെ പബ്ലിക് ബാത്റൂം ഉണ്ട്, ரொம்ப വർഷങ്ങളായി. അപ്പോൾ അതൊരു ടാങ്ക് ഒരു ചെറിയ ടാങ്കാണ്. അത് നിറയുമ്പോൾ അത് നമുക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ അത് മാറ്റിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ബാത്റൂം അടച്ചിട്ടേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരു നവീന വഴിയിൽ നമുക്കൊരു ബാത്റൂം ഉണ്ടാക്കണം. ഒരു ഷോപ്പിംഗ് അതോട് ചേർന്ന് ഒരു ചെറിയ, ഇപ്പോഴും അവിടെ പഞ്ചായത്ത് ബിൽഡിംഗ് ഉണ്ട്, ചെറിയ ചെറിയ കടകളുണ്ട്, ടീ കടയുണ്ട്, പഴങ്ങളുണ്ട്. അതുപോലെ ഒരു ചെറിയ ഒരു മുറി കെട്ടിച്ച് ഒരു ചെറിയ ഒരു ഷാപ്പ് ഉണ്ടാക്കാം. അതിൽ നമുക്ക് അധികം ഇതില്ലാട്ടും നമുക്ക് ഇങ്ങനെ നിറയെ ഇളഞ്ഞറുകൾ പഠിച്ച ഇളഞ്ഞറുകളുണ്ട്, നിറയെ ഇപ്പോൾ കമ്പ്യൂട്ടർ കற்றுകിട്ടുന്നുണ്ട്. ഇതുപോലെ ഒരു ചെറിയ അത്യാവശ്യമായ ഒരു കാര്യങ്ങൾ അവിടെ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ വേറെ എന്താന്ന് പറഞ്ഞാൽ ഇനി അധികം കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എങ്ങനെ ഇപ്പം നാം പറയുന്നത് ഈസിയായിരുന്നാലും നമ്മൾ ഓരോരോ കാര്യം നേടിയെടുക്കുമ്പോൾ അതിൻ്റെ ഓഫീസർമാരും മറ്റവരും കണ്ടെത്തി അവരോട് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഓരോരോ കാര്യമായിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ സ്റ്റെപ്പായിട്ട് ഇത് ചെയ്യണമെന്ന് ചിന്തയാണ് നമ്മുടെ. ഈ മറയൂരില് ഇത് ഞാൻ കേൾവിയുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ വാസ്തവം എനിക്ക് അറിഞ്ഞൂടാ. മറയൂരില് ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടു പുറകിൽ കിടക്കുന്ന ഒരു സ്ഥലം, ഇത് മൊത്തത്തില് ഗവൺമെന്റ് സ്ഥലമാണ്. അവിടെ ഒരു കുടിക്കാരാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുടിക്കാരെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്നോ അവരെ അവിടെ നിന്ന് മാറ്റണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് ഗവൺമെന്റിന്റെ സ്ഥലമായിരുന്നു. ഈ സ്ഥലം അവർക്ക് താൽക്കാലികമായി താമസിക്കാൻ വേണ്ടി അന്ന് എൻ്റെ അറിവ് പ്രകാരം 1978 ഈ പഞ്ചായത്തിനെ കൂടുതൽ 70% ആൾക്കാരും SC ST മേഖലകളിൽ നിന്നുള്ള ആ സമുദായത്തിൽ നിന്നുള്ളവരാണെങ്കിൽ പഞ്ചായത്തിന് കൂടുതൽ ആനുകൂല്യം കിട്ടും എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ കുമ്മിട്ടാംകുഴിയുള്ള ആൾക്കാർക്ക് കുറച്ച് അവര് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. പുറത്തുനിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇവിടെയുള്ള തനത് ആദിവാസികളല്ല, മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത് കുമ്മിട്ടാംകുഴി മാത്രമല്ല, ദണ്ടുകൊമ്പ് അതുപോലെ കുറച്ച് സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. മറയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഭാഗത്ത് കിടക്കുന്ന പഞ്ചായത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്നതാണ്. ഇവർക്ക് കൃത്യമായിട്ട് താമസിക്കുന്നതിന് വേണ്ടി ഒരു കുടുംബത്തിന് 1 ഏക്കർ സ്ഥലം വെച്ച് AK ആന്റണി കോളനി എന്ന് പറയുന്ന ഒരു കോളനി അവിടെ കുറച്ച് മാറി ഇന്ദിരാനഗറിന്റെ അപ്പുറത്തേക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലമാണ് ആക്ച്വലി നമ്മളുടെ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിനെല്ലാം വേണ്ടി പണ്ട് വിഭാവനം ചെയ്തു വെച്ചിരുന്നത്. അപ്പൊ അന്ന് അതില് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പിനെ ഇവിടെ താമസിപ്പിച്ചത് കൊണ്ടാണ് ഇപ്പോ ഈ ഗതികേട് മറയൂർ പഞ്ചായത്തിന് ഉണ്ടായത് എന്നാണ് എൻ്റെ കേൾവി. ഇത് സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഇത് ഒരിക്കലും അവരെ ഇവിടുന്ന് മാറ്റണം എന്നല്ല കേട്ടോ പറയുന്നത്. അപ്പൊ ഈ സ്ഥലം ആരുടെയാണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? നിങ്ങൾക്കെങ്ങാനും ഇത് കാലാകാലങ്ങളായിട്ട് അവിടുത്തെ ആളുകളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി
കോൺഗ്രസ് പാർട്ടി ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാതെ അവിടെ നിലനിർത്തിക്കൊണ്ട് വരികയാണ് എന്നാണ് ഒരു അടക്കം പറച്ചില് മറയൂരിലുള്ളത്. ഒരു CPM 13 വയസ്സ് തൊട്ട് രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം 54 വയസ്സായെന്നാണ് പറഞ്ഞത്. ഈ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ സ്ഥലം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതെ, ഇപ്പോ നമ്മൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ അത് നേരത്തെ ഇവർ അത് നേടിയെടുക്കേണ്ട ഒരു ഇതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ പുതിയ പുതിയ ലോണുകളും കൊടുത്ത് അവിടെ എല്ലാം സ്ഥാപിക്കാനുള്ള സംവിധാനം എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഈ പഞ്ചായത്ത്. അതുകൊണ്ട് ഇപ്പൊ മാറ്റാനുള്ള ഏർപ്പാട് ഇറങ്ങി അത് ഭയങ്കര അല്ല, മാറ്റണം എന്നല്ല ഞാൻ പറഞ്ഞത്, ആ സ്ഥലം ആരുടെയാണ്? അത് എനിക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇങ്ങനത്തെ നമ്മുടെ പൊതു പ്രവർത്തനത്തിന് വേണ്ടി അത് സ്ഥലം ഒതുക്കിയതാണ്. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് ചിന്നക്കാണൽ പഞ്ചായത്തിലും മറ്റേ ഇവിടെ തന്നെ കോളനിയിലും 1.5 ഏക്കർ വെച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം കൊടുത്ത സമയം തന്നെ അവർക്ക് അവിടെ അവരുടെ പറമ്പിൽ ഇരിക്കാനുള്ള അവർക്ക് വീട് വെച്ച് അവർക്കുള്ള സംവിധാനം റെഡിയാക്കി കൊടുത്തിട്ട് അത് അവരോട് അത് കൊടുക്കുന്ന മുമ്പ് അവരോട് പറഞ്ഞ് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇത് കൊടുക്കുന്ന സ്ഥലം, അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലം നിങ്ങൾ ഒഴിവാക്കി തരണം. ഈ സ്ഥലത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു പേപ്പറോ കാര്യങ്ങളോ ഈ പഞ്ചായത്തിൻ്റെ നൽകാൻ പറ്റിയല്ല. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വ്യവസായം ചെയ്യാനും നിങ്ങളുടെ കുടുംബം താമസിക്കാനും ഈ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കിയാണ് ഇവർ ചെയ്യേണ്ട കാര്യം. അവർ അപ്പോ അത് പഞ്ചായത്ത് ചെയ്തു. അതായത് നിലവിലെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇത് ചെയ്തു. നിങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് ഇത്ര കാലമായിട്ടും ഇതിനെതിരായിട്ട് പഞ്ചായത്തിന്, ഇതിപ്പോ വാസ്തവമാണെന്നിരിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര കാലമായിട്ടും ഇവിടെയുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി, BJP ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഒരു പാർട്ടിക്കാരും, പിന്നെ ഇവിടെ മറ്റു പാർട്ടികളൊന്നും ഇല്ലെന്നാണ്, AIADMK ഉണ്ട്, RSP കുറച്ച് പേര് മത്സരിച്ചിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ഇതര രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഈ വിഷയത്തില് ഇടപെട്ടിട്ട് ഇത് പഞ്ചായത്ത് ചെയ്യുന്ന ഭരണസമിതി ചെയ്ത തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെതിരായിട്ട് പ്രവർത്തിച്ചില്ല? നിങ്ങളും അപ്പൊ വോട്ട് ലക്ഷ്യമാക്കി തന്നെയല്ലേ ഈ സംഭവം ഒതുക്കി വെച്ചല്ലോ? വോട്ട് ലക്ഷ്യമാക്കി തന്നെ പറഞ്ഞ നമ്മുടെ കയ്യിലല്ലേ കാണണ്ടേ? അല്ല, ഭരിക്കുന്ന ആള് ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ നമ്മുടെ നേതാക്കന്മാരെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അവർ പല മീറ്റിങ്ങുകൾ കൊണ്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അവസ്ഥ അങ്ങനെയാണ്. കുടി ഒഴിപ്പിക്കൽ പാടില്ല എന്ന് പറഞ്ഞ ഒരു ചെറിയ അവസ്ഥയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ അതാ പറഞ്ഞത്, അത് തന്നെ നമുക്ക് അവർ വന്ന് ആദിവാസി കുടികളിൽ ഉൾപ്പെട്ടവരാണ്. പക്ഷെ അവർക്കാണ് അധികം നമ്മൾ ഗവൺമെൻറ് മുഖ്യം കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെ ഒഴിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും വെവ്വേറെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം നേരം മുതലേ അത് ഇപ്പോൾ നമ്മൾ കൊടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടിയും ബുക്ക് പിടിച്ച് നമ്മളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അത് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ ചെയ്യും തന്നെ ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് ഏതൊക്കെ ഫാൾട്ട് വരും, ഏതിങ്ങനെ വരും, ഇതിങ്ങനെ കൃത്യമായിട്ട് ചെയ്തിരുന്ന ഈ ഫാൾട്ട് അല്ലല്ലോ. അല്ല, ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി ഈ കാര്യം ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ പറയുന്ന ആളുകൾക്ക് സ്ഥലം കൊടുത്ത് പഞ്ചായത്തില് ഇതുപോലെ മാർക്കറ്റോ ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ മറ്റേ പബ്ലിക് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉതകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സ്ഥലം പഞ്ചായത്ത് ദുർവിനിയോഗം ചെയ്തു, അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടി ദുർവിനിയോഗം ചെയ്തു എന്ന പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? അത് അങ്ങനെ നാം പറയാൻ പറ്റില്ല. പക്ഷേ താനിപ്പോൾ ഒരു മൂന്നാമത് ഒരു വേട്പാളറാണ്, ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയമായിട്ട് പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയത്തില്ല. രാഷ്ട്രീയത്തില് ഭയമുണ്ട്. അത് അങ്ങനെയല്ല. നമ്മുടെ ഇപ്പോ ഇലക്ഷന്റെ നിയമം അങ്ങനെയാണ് കേട്ടോ. അപ്പം അത് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് അല്ല ആരെങ്കിലും ദുഷ്പ്രയോഗം പറഞ്ഞ് അങ്ങനെ നമ്മൾ വോട്ട് മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. ശരിയാണ്. നിങ്ങള് 45 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അപ്പോഴും ഇവിടെ ഇതുപോലെ സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ അവർ വരുമ്പോൾ അവരോട് ചോദിക്കണം. നിങ്ങൾക്ക് ഈ 45 വർഷമായിട്ട് നിങ്ങളിങ്ങനെ ഒരു പഠനം നടത്തിയിട്ട് ഇങ്ങനെ ഒരു പൊതു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇവിടെ ഇന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥകൾ ഉണ്ടായത്. പക്ഷേ നേരത്തെ ആണെങ്കിലും ഈസി ആയിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റോ വില്ലേജോ കളക്ടറോ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം നൽകണം.
അതിനുവേണ്ടി ഞങ്ങൾക്ക് കുറച്ച് എവിടെയെങ്കിലും സ്ഥലം എത്തി തരണം. അതിനുവേണ്ടി ഞങ്ങൾ പഞ്ചായത്ത് എങ്ങനെ ഇടപെടണം, അതിന് എന്താ ചെയ്യേണ്ടെന്ന് ഒരു ആലോചന ചെയ്ത് ഇവർ ചെയ്തിരിക്കണം. അത് ചെയ്തില്ലല്ലോ, അവരുടെ തെറ്റാ. അതുകൊണ്ട് ഞാൻ ഈ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ രാഷ്ട്രീയം വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇനി നിങ്ങൾ ഒരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, 3-ാം വാർഡിൽ ഒരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും? ഈ പറയുന്ന കുടികൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആ വാർഡിലെ ആളുകൾക്ക് വേണ്ടിയിട്ട്. സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു പാർട്ടി തന്നെയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? രാജീവ് നഗറില് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. അതിന് മുന്നത്തെ വർഷവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. 2005 തൊട്ട് ഇങ്ങോട്ട് ഈ രാജീവ് നഗർ എന്ന ആ വാർഡില് പ്രത്യേകിച്ച് വേറെ ഒരു പാർട്ടിയും ഭരിച്ചിട്ടില്ല. അപ്പൊ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് അവിടെ അവസരം കൊടുക്കണമെന്ന് നിങ്ങൾ പറയുമ്പോ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് അവർക്ക് വേണ്ടി ചെയ്യണമല്ലോ. അപ്പൊ എന്ത് പുതിയ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത്? പുതിയ ഞാൻ 3-ാം വാർഡിലെ അത്ര ടൈറ്റായി ഇരുന്നാലും ഞാൻ മത്സരിക്കണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ നേരത്തെ നാം പറഞ്ഞു, അവർക്ക് ഒരു അവസരം ചെയ്യാനുള്ള ഒരു റോഡ് വസതി വേണം. ഇപ്പം നമുക്ക് മുകളിൽ ഈ മുളകാമ്പെട്ടി, തായനാംകുടി മറ്റേ ഇവിടെയൊക്കെ പോകുമ്പോൾ ചില സ്ഥലത്ത് വണ്ടി, ഇപ്പം പിള്ളേരൊക്കെ സ്കൂൾ പിള്ളേരൊക്കെ നമുക്ക് ജീപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഡ്രൈവർ മൂല്യമായിട്ട് ഗവൺമെൻറ് ഒരു ഏർപ്പാട് ചെയ്ത് അത് പിള്ളേർക്ക് സൗകര്യം ഒരുക്കി കൊടുത്ത് അത് വണ്ടി അല്ല പറഞ്ഞത്. അന്നൊക്കെ നാം പോകുമ്പോൾ സ്കൂൾ പിള്ളേരൊക്കെ മൊത്തം ഉണ്ട്. ഒരു വണ്ടി എന്താന്ന് പറഞ്ഞാൽ മുകളിലിരുന്ന് ഇറങ്ങി വരുമ്പോൾ മഴ പെയ്ത് ആ ചെടിനകത്ത് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുക. പിന്നെ ഞങ്ങളൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ ഇറക്കി നിർത്തി ഞങ്ങളെ ചീപ്പും പൊക്കി ഇങ്ങനെ ഇറക്കി വിട്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് കുടിവെള്ളം. അത് ഇപ്പോൾ വരയ്ക്കും നമ്മൾ ഈ മറയൂർ പഞ്ചായത്തിൽ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു ഫിൽട്ടർ ടാങ്കും ഒന്നും ഇല്ല, ഡയറക്റ്റാണ് പറഞ്ഞത്. ഡയറക്റ്റായിട്ട് അവിടെ ഇവിടെ നമ്മുടെ ഇവിടെ പഞ്ചായത്തിനകത്ത് കെട്ടിവെച്ചിരിക്കുന്ന ടാങ്കിൽ ഡയറക്റ്റായിട്ട് വന്ന് അത് വിടുക. ആ വെള്ളമാണ് അങ്ങനെ ഡയറക്റ്റായിട്ട് പോകുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡയറക്റ്റായിട്ട് മേഡം കുടിക്കുമോ? ഞാനിപ്പോ പൈപ്പ് എടുത്തുതരാം. സാറേ കുഴപ്പമില്ല, നിങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിന് അങ്ങനെയല്ല. നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പൊഴുത് നമുക്ക് കാട്ടിലിരുന്ന് നമ്മൾ മഴവെള്ളം മറ്റു വെള്ളം എല്ലാം ചേർന്ന് വരുന്നത്. അപ്പോൾ അതിന് കൂടി ചില അഴുക്കുകൾ ചേരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ നമുക്കിപ്പം ആറ്റിലിരുന്ന് വെള്ളം അങ്ങനെ വരുകയാണെങ്കിലും ചില മരങ്ങളുടെ തഴകൾ വിഴുന്നുണ്ട്. ഇപ്പോൾ ചെറിയ പൂച്ചകൾ വിഴുന്നു പോകും. പിന്നെ വന്യമൃഗങ്ങൾ ശല്യം കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെത്തി കിടക്കും. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ അത് കാണാതെ വരികയില്ലേ. നമ്മൾ കാട്ടിൽ എപ്പോഴും നടന്നത് കാണാൻ പറ്റിയല്ല. പക്ഷേ നമുക്ക് വെള്ളം ഇറങ്ങുന്നത് കുടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫിൽട്ടർ ടാങ്ക് ആവശ്യമില്ല. ഇതൊക്കെ വീണ വെള്ളമാണോ ഇവിടെ ടാങ്കിൽ വരുന്നത്? അല്ല, മുകളിലിരുന്ന് വരുന്ന വെള്ളം നമ്മുടെ കാട്ടിൻ്റെ കൂടെയല്ലേ പറഞ്ഞേ. അപ്പം വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട്, അങ്ങ് പോകുന്നുണ്ട്, നമ്മളിങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ ആ വെള്ളം നമുക്ക് എടുത്തിട്ട് പഞ്ചായത്ത് കൃത്യമായ ഇടവേളകളിൽ ആളുകളെ വിട്ട് അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ വിട്ട് അത് ക്ലീൻ ചെയ്യിപ്പിക്കുന്നില്ലേ? അതൊക്കെ ഉണ്ട്. ക്ലീൻ ചെയ്യുന്നത് നമുക്ക് കുറ്റം പറഞ്ഞില്ല. എന്നാലും എനിക്ക് പറയുന്നത് ഒരു ഫിൽട്ടർ ടാങ്ക് വേണമെന്നാണ് പറയുന്നത്. ക്ലീൻ ചെയ്താണ് ആ വെള്ളം നമുക്ക് ഒരു ഫിൽട്ടർ ടാങ്ക് വിട്ട് നമുക്ക് ഇവിടുത്തെ ഉള്ള ടാങ്കുകൾ വിടുകയാണെങ്കിൽ ആ വെള്ളം നമുക്ക് നല്ല ശുദ്ധവെള്ളമായിട്ട് കിട്ടും. അല്ലെ, ഇപ്പോ നിലവിലെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് എന്താ പ്രശ്നം? അത് ആളുകൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഇപ്പോൾ പുതിയ നോയികളാണ്. ഇപ്പൊ പെണ്ണുങ്ങൾക്കായിട്ട് ഒരു ചൊറിച്ചിൽ വന്നിട്ട് അതിന് നാളൊക്കെ എൻ്റെ കെട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് പൊള്ളാച്ചി പോയി, ഉടുമല പോയി, ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി, എവിടെയൊക്കെ പോയി, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ പല രോഗങ്ങളാണ്. അപ്പൊ രോഗങ്ങൾ നമുക്ക് കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആഹാരങ്ങളും എല്ലാം നല്ല പൈപ്പ് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയപ്പോ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞോ വെള്ളത്തിൽ നിന്നുള്ള എന്തെങ്കിലും? പറയില്ലല്ലോ, അതങ്ങനെ പറയുമോ? ഇപ്പൊ സാറ് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെ പുറത്ത് പറയില്ലല്ലോ. പ്രശ്നമല്ല സാറേ, അങ്ങനെയല്ല. നിങ്ങള് അതിന് ഈ വെള്ളത്തിന് വേണ്ടി നിങ്ങൾ തർക്കിക്കേണ്ട. ഞാൻ പറയുന്നത് വെള്ളം നമുക്ക് ശുദ്ധമായിട്ട് വെള്ളം കിട്ടണം. ഇതിൽ സാറിന് ഒരു തർക്കമില്ല. വെള്ളം കിട്ടുന്നുണ്ട്. പക്ഷെ അത് വന്ന് നാം പറയുന്നത് വെള്ളം കിട്ടിയാലും പക്ഷെ അങ്ങനെ ഡയറക്റ്റായിട്ട് വരുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിയോ, ഡയറക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ കാട്ടുകൂടി വരുന്ന വെള്ളമാണ്. അപ്പൊ അതിൽ ചില അഴുക്കുകളൊക്കെ ചേരുന്നതാണ് നാം പറയുന്നത്. ക്ലോറിൻ ഇട്ട് വെള്ളത്തെ ശുദ്ധീകരിച്ചിട്ടാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. പഞ്ചായത്ത് വെള്ളം സപ്ലൈ ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലേ?
അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അവർ ക്ലോറി ചെയ്യുന്നത്. ഞാനപ്പം ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ മൃഗങ്ങൾ ചത്തു വീഴുന്നു മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളെ ഞാൻ പറയുന്നത് പൊതുവാன കറുത്ത, അതായത് പൊതുവായിട്ട് നാം പറയുന്ന ഒരു സംഭവമാണിത്. ഇത് ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതൊക്കെ അല്ലല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞു ഞാൻ ഒരു സ്ഥാനാർത്ഥിയാണ്, രാഷ്ട്രീയം പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുക, അങ്ങനെയല്ല. പക്ഷെ നാം പറയുന്നത് ഒരു, അതായത് ജനങ്ങളും നേരത്തെ സാർ പറഞ്ഞ പോലെ നേരത്തെ, അതായത് നമുക്ക് ആ റോഡിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്, അതിങ്ങനെ ഒരു ഇതുണ്ടെന്ന് നിങ്ങൾ സാറ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽപ്പെട്ടത് അത് റോഡിന് വേണ്ടി മറ്റില്ല. അപ്പോൾ മറ്റത് നമ്മൾ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ റോഡല്ല പ്രശ്നം, വണ്ടിമൃഗൻ്റെ അത് ശല്യമല്ല. ഇല്ല, പൊതുവായിട്ട് നാം പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഫോൺ അടിച്ചാൽ ഇവിടെ ഉണ്ട്, എനിക്കിപ്പോൾ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നേ അല്ലേ. അവർ വരികയാണെങ്കിൽ അവിടെ നിന്ന് ഒരു വണ്ടി ഒരു ജീപ്പ് കയറിപ്പോയാൽ 650 രൂപ 800 രൂപ മേടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് 6 കിലോമീറ്ററാണ്. തയനാംകുടി പോയാൽ 1300 രൂപ മേടിക്കുന്നുണ്ട് ഒരു ഓട്ടോ. തയനാംകുടി പക്ഷേ അധികം വലിയ അത്ര പ്രശ്നമില്ല. അതെ, അങ്ങനെ ഒരു പ്രശ്നം ഇരുന്നതുകൂടെ നമ്മുടെ MLA ഇടപെട്ട്, നമുക്കിപ്പോൾ MLA മന്ത്രി എല്ലാം ഇടപെട്ട് നമ്മുടെ മുളകാമ്പെട്ടിക്ക് ഒരു റോഡ് ആവശ്യപ്പെട്ടപ്പോൾ അവർ ഇടപെട്ട് അവിടെ ഒരു റോഡ് വെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അവിടേക്ക് പോയതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്താ പറയുന്നത് പറഞ്ഞാൽ മനുഷ്യരുടെ ആവശ്യമല്ലേ നമ്മൾ പറയുന്നത്. മനുഷ്യരാണ് നമുക്ക് ആവശ്യം, നമ്മൾ മനുഷ്യരും. അപ്പം മനുഷ്യരും വേണം, നമ്മുടെ കാട് പാതുകാക്കൻ്റെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇതിൽ പൊതുപ്രവർത്തനം ചേർന്ന് പറയണം, ജനങ്ങളും ചേർക്കണം. അപ്പം നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾ ഉറവാക്കിയാലേ നമ്മുടെ പഞ്ചായത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഇതാണ് നമ്മുടെ ചിന്ത. ഈ ടൂറിസം ഇവിടെ വല്ലാതെ ഡെവലപ്പ് ആയല്ലോ പെട്ടെന്ന്. ഒരു സുപ്രഭാതത്തിലാണ് ഇവിടെ മറയൂർ ടൂറിസം അങ്ങ് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടു പോയത്. അപ്പോൾ ഈ ടൂറിസം വന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു. കുറെ ആളുകൾക്ക് ജോലി കിട്ടി, കുറെ ആളുകളുടെ വരുമാനം കൂടി, ഇവിടുത്തെ പല കടകളിലും എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ടൂറിസം കൊണ്ട് ഒരു വലിയ സാമ്പത്തിക മുന്നേറ്റം തന്നെയാണ് മറയൂരിന് ഉണ്ടാക്കാൻ പറ്റിയത്. എന്നാൽ സാമ്പത്തികത്തിനെക്കാട്ടിൽ വിട്ടിട്ട് ധാർമ്മികമായിട്ടുള്ള പല കാര്യങ്ങളിലും ഈ ടൂറിസം ഒരു വിപരീതമായ ഫലം ഈ മറയൂരിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ചില ഡ്രഗ്സ്, ചില ഡ്രിങ്ക്സ്, ചില സ്ത്രീകളോടുള്ള സമീപനങ്ങൾ, ഇതിലെല്ലാം, അതായത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ മനുഷ്യ കച്ചവടം, സ്ത്രീകളെ കച്ചവടം ചെയ്യുന്ന പരിപാടി മറയൂരില് ചെറിയ രീതിയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങി. ഇതതിൻ്റെ ഒരു ബഡ്ഡിങ് സ്റ്റേജ് ആണ്. ഈ സമയത്ത് നമ്മളത് നിയന്ത്രിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഈ പറയുന്ന സാമൂഹ്യ വിപത്തുക്കളൊക്കെ ടൂറിസത്തിന്റെ മറപറ്റി മറയൂരിൽ വളരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണോ? അങ്ങനെ ഒരു ഒബ്സർവേഷൻ താങ്കൾക്കുണ്ടോ? ഈ പ്രസ്താവനയോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അതായത് ലാസ്റ്റായിട്ട് മാഡം പറഞ്ഞ പോലെ ഇവിടെ ലാഡ്ജുകളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ടൂറിസ്റ്റ് മേഖലയാണ്. ടൂറിസ്റ്റ് മേഖല ഉണ്ടാക്കുന്ന ഒരു ചരിത്രമുണ്ട് എന്ന് പറയുക. അന്ന് ഈ ടൂറിസ്റ്റ് ഉരുവാകുമ്പോൾ ടൂറിസ്റ്റ് മേഖല എങ്ങനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ, അന്ന് ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു, അവർ തിരുവനന്തപുരത്ത്. ആ പുള്ളി മരിച്ചുപോയി. ആ പുള്ളിയും നാണും മറ്റേ 100 വീട്ടിലെ നമ്മുടെ കുട്ടമുറുകൻ എന്ന് പറയും, ഉഷ മുറുകൻ എന്ന് പറയും, അവരും ഞങ്ങളെല്ലാവരും ഇവിടെ മലയിലൊക്കെ കയറി ഞങ്ങൾ ഒരു ചില, അപ്പോൾ ഇതുപോലത്തെ ക്യാമറയൊക്കെ ഇല്ല, ചുമ്മാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ ഇതും വച്ചേച്ചും ഞങ്ങൾ ഇങ്ങനെ ചുറ്റി നടന്ന് ഇതൊക്കെ എടുത്ത് നമ്മൾ തിരുവനന്തപുരത്തിൽ ടൂറിസ്റ്റ് മേഖല ആക്കാൻ ഉള്ള സംവിധാനങ്ങൾ റെഡിയാക്കി വരുമ്പോൾ 1-2 കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു കണ്ണാടിയുണ്ട്, അത് ഒരു 160 വർഷத்துக்கு മുന്നാടിയുള്ളതാണ്. അതുകൂടി എന്നോട് സാർ ചോദിച്ചു, നമുക്ക് മ്യൂസിയം കൊണ്ടു വയ്ക്കാം, ഗാന്ധിജി ഇടുന്നത്. അപ്പോൾ ഞാനത് എൻ്റെ പരമ്പര സ്വത്തായിട്ട് ഞാൻ വെച്ചിരിക്കുക സാറേ, അത് വീട്ടിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഞങ്ങൾ ഇടുക്കിയിൽ ഫൈനാവലിൽ പോയിട്ട് കളക്ടർ ഓഫീസിലും പോയി ബന്ധപ്പെട്ട് അതിന് വേണ്ടി ഞങ്ങളിതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടൂറിസ്റ്റ് മേഖല ആയതൊക്കെ ഒരു കാരണമുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മൂന്നാറിലെയും വിദ്യ എന്ന് പറഞ്ഞ ഒരു സഹോദരി ഒന്ന് അവരുടെ ഹസ്ബൻഡ് ഒരു കൊലപാതകം നടത്തി. അപ്പോഴാണ് ഈ മൂന്നാർ, അതിന് മുമ്പ് ഷൂട്ടിംഗ് കാരണം മറ്റവരും ഇവിടെ ഒന്ന് ഷൂട്ടിംഗ് എടുത്തിട്ട് പോയിട്ടുണ്ട്, അതിന് ഇമ്പ്രൂവ് ആയില്ല. അപ്പം അവർ വന്ന് ആ കൊലക്കേസ് വന്നപ്പോൾ മൂന്നാർ എല്ലാവർക്കും നന്നായിട്ട് പരിചയപ്പെടുന്ന ഒരു ഭൂമിയായി മാറി. അപ്പം മാറുമ്പോൾ
ആ സമയത്ത് അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ആ സമയം ആ കേസ് ഇട്ടായിട്ട് മൂന്നാറിൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് വരുമ്പോൾ നമുക്ക് കുറിഞ്ഞു പൂക്കുമ്പോൾ അപ്പോഴാണ് ഇത് ഈ ഫോട്ടോയായി കണ്ട് ടൂറിസ്റ്റ് മേലെ അകത്ത് നന്നായിട്ട് കയറി വരുമ്പോഴാണ് രാജമലയിൽ നോക്കിയോ ഇപ്പോഴും അവിടെ ഫോറസ്റ്റ് അവർക്ക് ടൂറിസ്റ്റിന് വേണ്ടി ഫോറസ്റ്റ് സംവിധാനം റെഡിയാക്കിയിട്ടുണ്ട്. 2007 അതെ കേട്ടോ. അപ്പം ആ സമയത്ത് അവിടെ അപ്പോൾ ഇവർ ടൂറിസ്റ്റ് അപ്പോൾ എവിടെ വേണമെങ്കിലും വരും. ഇത്രയും നമുക്ക് പിടിപാടായിട്ട് ഒന്നുമില്ല. ഇപ്പം അവിടെ രാജമലയിൽ നമുക്ക് ഈ വരയാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ കൂടുതൽ പരിചയപ്പെട്ട് പോകുമ്പോൾ അവിടെ ഫോറസ്റ്റ് ഒരു സംവിധാനം ഉണ്ടാക്കി. അവരൊരു ടിക്കറ്റ് ചെയ്തു. ഇപ്പോൾ അവർ സ്വന്തമായിട്ട് വണ്ടി വെച്ച് അവർക്ക് സ്വന്തം വണ്ടിയിൽ പോകാൻ പറ്റില്ല, നേരത്തെ പോകും. അവർക്ക് റോട്ടിൽ തന്നെ അവർക്ക് വണ്ടി മാറ്റി കൊടുത്ത് ഫോറസ്റ്റായിട്ട് അവിടെ ഒരു ടൂറിസ്റ്റ് മേഖല ഉണ്ടായിട്ട് അങ്ങനെ ഒരു സംവിധാനം. അപ്പോൾ മറയൂർ ഇങ്ങനെ കയറി വരുന്ന സമയമാണ് ടൂറിസ്റ്റ്. അപ്പോഴും മറയൂരിൽ കുറിഞ്ഞു പോകുക. 1-2 ടൂറിസ്റ്റുകാർ ഈ തമിഴ്നാട്ടുകാരുടെ ഇങ്ങനെ ചുറ്റി കറങ്ങി ഇങ്ങനെ പോകുന്നവർ കണ്ട് അങ്ങനെ പരിചയമായി മറയൂർ ടൂറിസ്റ്റ് മേഖലയായിട്ട് മാറി വരുമ്പോൾ ഈ ടൂറിസ്റ്റ് മേഖലയ്ക്ക് നമ്മൾ വരും കാലത്തിൽ ടൂറിസ്റ്റ് ആകും, നമ്മുടെ നാടിങ്ങനെ മുന്നേറും എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കടമയാകും. പക്ഷെ അത് ഇല്ലായിരുന്നെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് ഒന്നും ഇത് നീ അധികമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അതിന് ടൂറിസ്റ്റായിട്ട് കൊണ്ടുവന്ന് പല പാടുപെട്ടെന്നാണ്. അപ്പോൾ ഞങ്ങളുണ്ടായിരുന്നു. പുള്ളിപ്പിള ഒരു വർഷമായി മരിച്ചു. നല്ല പുള്ളിയായിരുന്നു. വില്ലേജേഴ്സ് മറക്കാൻ പറ്റില്ല. ഈ നാടിന് വേണ്ടിയിട്ട് വികസനം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പുള്ളി കുറേ കാര്യങ്ങൾ നമുക്ക് ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുത്ത് ഞങ്ങളെയൊക്കെ കൊണ്ട് ഇടുക്കിയിൽ കളക്ടർ ഓഫീസിലും കൊണ്ടുപോയി ബന്ധപ്പെടുത്തി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുത്ത പുള്ളിയാണ്. അതുപോലെ അപ്പം അവരുള്ള സമയത്തല്ലേ വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ടിലുള്ള ചന്ദനമരം മോഷണം പോയത്? അവരുള്ള സമയത്താണ് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞില്ല കേട്ടോ. അത് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞില്ല. അവരുള്ള സമയമാണ്. അപ്പോൾ അത് എനിക്ക് നമ്മൾ കഞ്ഞി പിടിക്കണ്ടേ, ഇതിന് പുറകിൽ നടക്കുന്നല്ലോ. നേതാവായാലും നമ്മുടെ വീട്ടിൽ പുറത്ത് നടക്കണ്ടേ. അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞില്ല. അപ്പം ഈ സമയത്തിൽ ഞങ്ങളിങ്ങനെ ഒരു പണിയൊക്കെ ചെയ്തു വരുമ്പോൾ ഈ ടൂറിസ്റ്റ് കൂടി വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഇനിയും ടൂറിസ്റ്റ് കൂടി വരാം. അപ്പോൾ അതിനുള്ള സംവിധാനം നമുക്ക് തയ്യാറാക്കി കൊടുക്കണം. അതിനാണ് ഈ ഗവൺമെൻറ് അറിയിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. പെൻഷനായാലും ഈ എല്ലാ കാര്യങ്ങളും. അതുപോലെ കുടികളിലെ സ്കൂൾ പിള്ളേർക്ക് വണ്ടി വിട്ട് കൊടുക്കുക. ഇപ്പോൾ സ്കൂൾ നമ്പർ 1 സ്കൂളുകളായി. നിങ്ങൾ നേരത്തെ സാറ് കണ്ടിരിക്കുകയാണെങ്കിൽ LP സ്കൂളൊക്കെ അങ്ങനെ ഒരു ഇതില്ല. ഇപ്പോൾ LP സ്കൂളൊക്കെ നല്ലൊരു വൻതര സ്കൂളാണ് ആയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഹൈസ്കൂൾ. അപ്പം നമ്മൾ പറയുന്ന ഈ കോയിൽക്കടവ് പോകുന്ന ഒരു പാളം ഉണ്ട്. ഒരു വണ്ടി വന്നാൽ മറ്റൊരു വണ്ടി കടറാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പാളം അത് നമുക്ക് കിട്ടിയ MLA-മാർ അവരുടെ ഫണ്ടിൽ അത് രൂപീകരിച്ചതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോളേജ് വന്നപ്പോൾ ഇവിടെ നമുക്ക് മറയൂർ വയ്ക്കാമെന്ന് വയ്ക്കുമ്പോൾ ഇവിടെ സ്ഥലമില്ലാന്ന് പറഞ്ഞു പോയി. പഞ്ചായത്തിന് ഇങ്ങനെ ഒരു സ്ഥലമില്ല കോളേജ് വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഏറ്റെടുത്ത് കാന്തളൂർ പഞ്ചായത്ത് കൊണ്ടുപോയി. ഇപ്പോൾ അവിടെ ഒരു നല്ലൊരു കോളേജുണ്ട്, കോളേജ് ബസ്സുകളുണ്ട്. ഇവിടെ പഠിച്ച കുട്ടികൾ തന്നെ ഗവൺമെൻറ് ജോലിക്കും പോയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഗവൺമെൻറ് ചെയ്ഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മളെ ഇപ്പോൾ തൊട്ടടുത്തുള്ള കാന്തളൂർ പഞ്ചായത്തിന് ഒരു ഗോൾഡ് അവാർഡ് വാങ്ങുന്നതാണ്. അവിടെ എന്നാ ഉള്ളത്? കൃഷിയാണ് ഉള്ളത്, വേറെ ഒന്നുമില്ല. അവർ ആ കൃഷിയും വെച്ചേച്ചും അവർ ആ പഞ്ചായത്തിനെ നേടിയെടുക്കാനായിട്ട് അവർ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർക്കൊരു ഗോൾഡൻ അവാർഡ് കിട്ടി അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ പഞ്ചായത്താണ് ഇതിൽ ഏറ്റവും കൂടിയ നമുക്ക് എല്ലാ ജനങ്ങളും പോകുന്ന ഒരു വലിയ റോഡുമാണ് നമ്മുടെ മറയൂർ പഞ്ചായത്ത് നടുക്കിരിക്കുന്നത്. അപ്പം നമ്മുടെ പഞ്ചായത്ത് ഒരു ചില കാര്യങ്ങൾ ചെയ്യണ്ടേ. പൊതുപ്രവർത്തനം വേണം, ജനങ്ങൾ ചിലപ്പോ രാഷ്ട്രീയം ഉണ്ടാവില്ലേ? കാരണം ഭരിക്കുന്ന പാർട്ടി LDF, അവിടെ ഉള്ളത് കാന്തല്ലൂർ പഞ്ചായത്ത്. അപ്പൊ മറയൂർ പഞ്ചായത്തിനെ തഴഞ്ഞുകൊണ്ട് കാന്തല്ലൂർ പഞ്ചായത്തിന് ഒരു അവാർഡ് പറഞ്ഞോട്ടെ. ശരിയാണ്, നിങ്ങളുടെ ചോദ്യം ശരിയാണ്. ഞാൻ പറയാം അതിന് മറുപടി. അതായത് കാന്തല്ലൂർ പഞ്ചായത്ത് LDF പഞ്ചായത്താണ്. അതുകൊണ്ട് അതിന് ഒരു നേട്ടം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് അപ്പം അവർക്ക് കൊടുക്കുന്ന ഫണ്ടല്ലേ ഇവിടെയും കൊടുക്കും. ഈ പഞ്ചായത്തിലുള്ള ഈ മറയൂർ പഞ്ചായത്ത് അവർക്ക് 1 കോടി രൂപ കൊടുക്കുവാണെങ്കിൽ ഇവർക്കും 1 കോടി രൂപ കൊടുക്കും അല്ലേ. അപ്പൊ നിങ്ങൾ മറയൂർ പഞ്ചായത്ത് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതിന് ആസൂത്രണം ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവര് ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇല്ലാത്തതെന്നാണ് പറയുന്നത്. ഇല്ല, അതെ, അത് നുണയായിട്ടും പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിലുള്ള പറയണ ആരെയും കുറ്റപ്പെടുത്തി ഞാൻ പറയുന്നില്ല. എനിക്ക് ആരെയും കുറ്റപ്പെടുത്താനുള്ള ഇതില്ല എനിക്ക്. പക്ഷെ
കുറ്റം പെടുത്താനല്ല, അതായത് നമ്മൾ പറയുന്ന ആരെയും കുറ്റപ്പെടുത്തി നമ്മളിത് ചെയ്യാനുള്ള കാര്യം ചിന്തിക്കാനുള്ളതല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റായിരിക്കും, അത് ആരും ബാധിക്കാതെ ആർക്കും അത് ഒരു പാതകം ഇല്ലാണ്ട് നമ്മളത് ചെയ്യണമെന്നാണ് നമ്മൾ ചിന്തിക്കണം. ഇപ്പം നമ്മൾ ഇന്ന് ജീവിക്കും, പക്ഷേ ഇന്ന് നാളെ മരിച്ചു പോകും. അന്ന് വരും കാലം നമ്മൾ ചിന്തിക്കേണ്ടേ. അന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ 60 രൂപ കൂലിയാണ് നമ്മൾ പോയി കുടികളിലും അവിടെ ഇവിടെയൊക്കെ മണൽ ചമക്കാനും ഇവിടെ ഇവിടെയൊക്കെ ശമ്പളം. ഇന്നേക്ക് എത്രയാണ് ശമ്പളം? 600, 500, 800, 1000 ഇങ്ങനെ മേടിക്കുന്നുണ്ട് അല്ലേ. അപ്പം ജനങ്ങളിപ്പോൾ കൂടിയിട്ടുണ്ട്. അന്ന് ജനങ്ങൾ ഇത്ര ഇല്ല. ടൗണിലൊക്കെ ഈ സമയമൊക്കെ വരിച്ചുകൂടി കിടക്കും. ഇപ്പം എത്ര വണ്ടിയാണ് പോകുന്നത്, എவ்வளோ കാലമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ ഇന്ന് ചിന്തിക്കുന്ന കാര്യം ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഈ നാട് എങ്ങനെ ഇരിക്കും, അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദീർഘവീക്ഷണത്തോട് കൂടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. അതാണ് എന്റെ. അപ്പൊ ഇനി LDF വരികയാണെങ്കിൽ ഈ പഞ്ചായത്ത് ഭരിക്കാനായിട്ട് LDFനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ LDF എന്ത് ചെയ്യും? ഇവിടെ LDF ഭരണം മാറി കിട്ടിയാൽ, അതായത് കോൺഗ്രസിന്റെ ഭരണം മാറി LDF ഭരണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിലുള്ളവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയണം, എനിക്ക് പാർട്ടിയോട് വിരോധമില്ല. ഏത് പാർട്ടിയും ഞാൻ നോക്കിയല്ല ഞാൻ വോട്ട് ചെയ്യാറില്ല. ഞാൻ വ്യക്തികളെ നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഓൾ ഓവർ കേരള എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ ബുദ്ധിമുട്ട് ഈ പഞ്ചായത്തിലും ഭരണം മാറ്റി തന്നാ ഉണ്ടാവും? പറത്തില്ലല്ലോ. എന്ത് ചെയ്യും നിങ്ങൾ? അല്ലേ, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്ര കാര്യങ്ങളുണ്ട്. ഇനി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നൊന്നും നിലവിൽ ഒരു സിസ്റ്റം ഇവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഇവിടെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്, ഇവിടെയുള്ള ആളുകൾക്ക് തൊഴിലുറപ്പ് കൊടുക്കുന്നുണ്ട്, ഇവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൊടുക്കുന്നുണ്ട്, ഫിൽട്ടർ ടാങ്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും തന്നെ കൃത്യമായിട്ട് തന്നെ ഇവർ ചെയ്തു പോകുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിൽ വിട്ട് പുതിയത് എന്തെങ്കിലും ഒന്ന് LDF കൊടുക്കുകയാണെങ്കിൽ അല്ലേ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ, അല്ലേ? അതല്ലേ കൊടുത്തിട്ടുണ്ടല്ലോ, അതല്ലേ കാര്യം. ഞാൻ പറയുന്ന അതാണ് കാരണം. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞു, അന്ന് ഇരുന്ന സ്കൂള് ഇന്ന് മാറ്റമുണ്ട്, ഇതേ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇന്ന് മാറ്റമുണ്ട്, അതുപോലെ ഹൈസ്കൂൾ മാറ്റമുണ്ട്, റോഡ് വസതി ചെയ്തിട്ടുണ്ട്. പെൻഷൻ കാര്യം അന്ന് 600 രൂപ പെൻഷൻ ഉണ്ടായിരുന്നത് ഇനി 2500, 2000 ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. 2500 കൊടുക്കാൻ പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റമുണ്ട്. ഇപ്പോഴും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഒരു പെൻഷൻ ഒരു മാസം കൊടുക്കാനുള്ള ഫാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. തൊഴിലില്ലായ്മ. അപ്പൊ ഈ മാസം നമുക്ക് 15-ാം തീയതി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അവിടെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് മാസം 1000 രൂപ കിട്ടാനുണ്ട്. അപ്പൊ ഇത്ര സൗകര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ LDF ഗവൺമെന്റ് അല്ലേ. അപ്പൊ നമുക്ക് അതിന് ഈ പഞ്ചായത്ത് മാറി കിട്ടുമ്പോൾ ഇനിയും കൂടെ നമുക്ക് അതൊക്കെ ഗവൺമെന്റ് തലത്തിലുള്ള പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആണ് ഈ പറഞ്ഞതൊക്കെ. എന്റെ ചോദ്യം, മറയൂർ പഞ്ചായത്തില് ഇപ്പൊ നിലവിലുള്ള ഭരണസമിതി അങ്ങ് മാറ്റി LDFനെ നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ചെയ്യുമ്പോ ഇവര് ചെയ്യുന്ന നിലവിലുള്ള ആൾക്കാര് ചെയ്യുന്നതിൽ വിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്നാലല്ലേ നമുക്ക് ഏൽപ്പിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ അവരിപ്പോ നല്ല ഭംഗിയായിട്ട് അത് ചെയ്തുകൊണ്ട് പോവുകയാണ്, ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവരെ ചെയ്തു പോകുന്നു. അപ്പൊ അവരെ തന്നെ ഏൽപ്പിക്കുകയല്ലേ നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇത് മാറ്റി മറ്റൊരു കക്ഷീനെ ഭരണം ഏൽപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം, ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാലേ, ഞങ്ങൾ ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവരുടെ കൂടെ തന്നെ അങ്ങ് പോകും. അപ്പൊ ഞങ്ങളോട് പറയൂ, എന്താണ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങളുടെ സമ്മാനം? അതല്ലേ പറഞ്ഞ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടൂറിസ്റ്റ് മേഖല എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്തു കൊടുത്താൽ അവർക്കൊരു ടൂറിസ്റ്റ് വന്നു പോകാനുള്ള ഒരു സൗകര്യം. അതുപോലെ ഇവിടെ ഉള്ള ജനങ്ങളിൽ നിന്ന് ഇന്ന് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ കണ്ടെത്തി അതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യണം, ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്യാനുള്ള ഒരു ചിന്തയോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമുക്കിപ്പോൾ നോക്കിയോ, ഇപ്പം നമുക്കിവിടെ ട്രാഫിക് ആയാൽ ചുറ്റി പോകുന്ന ഏത് വഴിയില്ല, ഇവിടെ ട്രാഫിക് ആയി. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ചുറ്റുവഴിയാന്ന് പറഞ്ഞാൽ ഇപ്പടി നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ വഴി മാസി കിടന്ന് ഇങ്ങനെ വന്നു. അതുപോലെ ഇങ്ങനെ ചുറ്റി പോകാനുള്ള വഴി ഒരു വഴിയും കൂടി നമുക്കൊരു ക്ലിയർ ചെയ്യുകയാണെങ്കിൽ കുറേ ട്രാഫിക് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട്. അതുപോലെ നമുക്ക് വെയിറ്റിംഗ് സെറ്റ്, ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റിംഗ് സെറ്റിൽ ഒരു കൂറയൊക്കെ വെച്ച് നല്ല ഒരു നവീന ഒരു ബാത്റൂമൊക്കെ ഉരുവാക്കി അധികം പെണ്ണുങ്ങൾ ലേഡീസുകൾ വരുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സൗകര്യങ്ങൾ നമ്മൾ ഒതുക്കി കൊടുക്കണം. പിന്നെ ജനങ്ങൾ, നമ്മുടെ ഈ നാട്ടിലുള്ള ജനങ്ങളെ വേണ്ടിയിട്ട് അവരെ കണ്ടെത്തി അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഇനി എന്താ ചെയ്യേണ്ടത്
അത് ചോദിച്ച് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ നല്ലൊരു ഫണ്ട് തരികയാണെങ്കിൽ, LDF ഗവൺമെന്റിന്റെ തുടർ ഭരണം കിട്ടുകയാണെങ്കിൽ, ഇവിടെ മറയൂർ പഞ്ചായത്തിലെ LDF ഭരിക്കാൻ വരികയാണെങ്കിൽ, മൂന്നാർ ടു മറയൂര് ഒരു ഫ്ലൈയിങ് ക്യാബിൻ ഇടാനായിട്ട് പറ്റുമോ? അതായത് ഇവിടെ വന്യമൃഗങ്ങൾക്ക് പ്രശ്നമില്ല, ട്രാഫിക്കിന് പ്രശ്നമില്ല. മൂന്നാർ ടു മറയൂര് നമുക്കിപ്പോ സാധാരണ എടുക്കുന്ന ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂർ സമയം എടുക്കും അല്ലെ? പ്രത്യേകിച്ച് ട്രാഫിക് ആണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കും. ഇപ്പോ ഹിൽ ടോപ്പ് ടു ഹിൽ ടോപ്പ് കണക്ഷൻ കൊടുത്ത് നമുക്ക് ഒരു ഫ്ലൈയിങ് ക്യാബിൻ ഇട്ടിട്ട് നമ്മളിപ്പോ പല വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ എന്നല്ല, നമ്മുടെ മുഖ്യമന്ത്രി എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച് ഒരുപാട് സൗകര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നിട്ടുള്ള വലിയൊരു സമിതി നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഫ്ലൈയിങ് ക്യാബിൻസ് ചെയ്യാനായിട്ട് പറ്റുമോ? അത് എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഗവൺമെൻറ് നമ്മളെ ബന്ധപ്പെട്ട് അവരോട് ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ അധികാരികളും എല്ലാം വിളിച്ചു കൂട്ടി നമ്മൾ ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെയാന്ന് പറഞ്ഞത് ഒരു ആലോചന ചെയ്ത്, അതല്ലല്ലോ ഫണ്ട് കൊടുക്കുന്നത് ഗവൺമെന്റ് അല്ലേ? പഞ്ചായത്ത് ഭരണസമിതി നമുക്ക് കിട്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബാക്കി എല്ലാവരും പറയാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറയുന്നത്. അത് പഞ്ചായത്ത് അതിന് നമുക്ക് അങ്ങനെ ഒരു നിലപാട് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഈ ആളുകൾ മുഴുവൻ ഒന്നുകിൽ മൂന്നാർ ഭാഗത്തേക്ക് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അവിടെ കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഈ അടിമാലി ആ ഭാഗത്തു കൂടെ ഒക്കെ വന്നിട്ട് പല വിദേശികൾക്കും മൂന്നാർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് പ്ലേസ് ആണ്. ഇവിടേക്ക് ഈ ഫ്ലൈറ്റിൽ വരാനുള്ള പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് പല ആൾക്കാരും ഇവിടെ വരുന്ന വിദേശികളിൽ പല ആളുകളുടെ ട്രിപ്പിലും ഈ മൂന്നാർ എന്ന് പറയുന്നത് ഇത്ര ദിവസം ട്രാവൽ ചെയ്യണം, ഇത്ര മണിക്കൂർ ട്രാവൽ ചെയ്യണം, 6 മണിക്കൂറോളം കൊച്ചിയിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് വേണം മൂന്നാർക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ ട്രാവലിങ്ങിന്റെ പ്രോബ്ലം കൊണ്ടാണ് പല ആൾക്കാരും മൂന്നാർ ക്യാൻസൽ ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇത് ഈസി അക്സസബിൾ ആയിട്ട് ഇവിടെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടം തൊട്ട് ഇവിടം വരെ ഒരു 1/2 മണിക്കൂറിൽ മൂന്നാറിൽ നിന്ന് മറയൂർക്ക് വരാൻ പറ്റുന്ന ഫ്ലൈയിങ് ക്യാബിൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ടൂറിസം പിന്നെയും വളരില്ലേ? ശരിയാണ് നിങ്ങൾ പറയണേ. അന്നാണ് നാം മാത്രം തീരുമാനിച്ച് ഇതൊന്നും നടക്കാന്നുള്ളൂ. അത് തീരുമാനിക്കേണ്ട ആൾക്കാരുണ്ട്. നമ്മളങ്ങനെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളവിടെ സൂക്ഷിക്കും, ഗവൺമെൻറ് അറിയിക്കും, അതിൻ്റെ അധികാരികളെ ബന്ധപ്പെടും. നമുക്ക് ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ അധികാരിയോടും ബന്ധപ്പെട്ട് അതെ നമ്മൾ ഗവൺമെൻറ് കാര്യപ്പെടുത്തി ഇത് ഇങ്ങനെ ചെയ്യാം, അതിന് ഫണ്ട് എങ്ങനെ ഉണ്ടാക്കണം എന്ന് അവരല്ലേ തീരുമാനിക്കേണ്ട. ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ ഈ ഭരണസമിതി നമുക്ക് കിട്ടിയപ്പോൾ നമുക്കിപ്പോൾ ഇത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമുക്ക് അവർ കൊടുക്കുന്ന ഫണ്ട്, പക്ഷേ നമ്മളത് കൂട്ടിച്ചേർക്കുന്ന ഫണ്ടുകളും വെച്ചേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ സൂചിപ്പിക്കും അവിടെ, അതായത് ഗവൺമെന്റ് അറിയപ്പെടും. നമുക്ക് ഇങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലേ ഇവിടുത്തെ ഡ്രൈവേഴ്സിനും ഇവിടുത്തെ വണ്ടികൾക്കുമാണ് കൂടുതൽ സർവീസ് കൊടുക്കാൻ പറ്റുക. കാരണം അവരെല്ലാം വരുന്നത് വണ്ടി ഇല്ലാതെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ആളുകൾക്കാണ് തൊഴിൽ കൂടുതലായിട്ട് കിട്ടുക, നമ്മുടെ ഇവിടുത്തെ വണ്ടികൾക്ക് കൂടുതൽ ഓട്ടം കിട്ടും. അതാണ് നാം പറയുന്നത്. അതാണ് പറയുന്നത്. അപ്പൊ ഇപ്പോഴും അങ്ങനെ ഉണ്ട് ഒരു സംവിധാനം. ഇപ്പോൾ വണ്ടികൾ വന്നാലും നമുക്ക് വണ്ടികൾ വന്നിട്ട് പാർക്ക് ചെയ്യണം, അതിനൊക്കെ സൗകര്യമൊക്കെ ഒതുക്കി അവർ ഡ്രൈവർമാർ റെസ്റ്റ് എടുക്കണം, അവർക്കുള്ള സൗകര്യം ഒതുക്കിയാണ് അവർ വന്നു പോറവർ ഇതുപോലെ നമ്മുടെ ഇവിടുത്തെ ഉള്ള ഹോട്ടലും ജീപ്പിലും കയറി അവർ ട്രാവൽ ചെയ്ത് കണ്ടു കഴിച്ച് അവർ ഫോട്ടോ ഇട്ട് വീഡിയോ എടുത്ത് അവർ വീണ്ടുമായിട്ട് അവരുടെ ഇത് പോകാനുള്ള സംവിധാനമൊക്കെ നമുക്ക് റെഡിയാക്കും. കൃത്യമായിട്ട് ഈ നാടിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ? ഇവിടുത്തെ റിസോഴ്സസ് എന്താന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് ഒരു നിശ്ചയമില്ല. ഈ റിസോഴ്സിനെ വെച്ച് എങ്ങനെ ഇത് ഉപയോഗിക്കാം, എങ്ങനെ ഇത് ഫലപ്രദമായി ഉപയോഗിക്കാം. നമുക്ക് ലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടാവുമ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ കൂടുതൽ പ്രയോജനകരമായ പദ്ധതികൾ ആവിഷ്കരിക്കാം എന്ന് പറയുന്ന ദിശാബോധവും ദർശനബോധവും ഉണ്ടാവണം. പിന്നെ അതുപോലെ ദീർഘവീക്ഷണം ഉണ്ടാവണം. പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ ചെയ്യണം. ഒരു കക്കൂസ് കംഫർട്ട് സ്റ്റേഷൻ കെട്ടാൻ പറഞ്ഞു 3 എണ്ണം വെച്ച് അവിടെ കെട്ടി അത് അവസാനിച്ചു. പക്ഷെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക, 100 പേരെ ഇങ്ങോട്ട് വിളിക്കുക, ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് 100 പേരെ വിളിച്ചിട്ട് 3 പേർക്കുള്ള കംഫർട്ട് സ്റ്റേഷൻ കൊടുത്തുകൊണ്ട് അപ്പൊ അവിടെ ക്യൂ അല്ലേ വരുള്ളൂ. ഇതാണ് ദീർഘവീക്ഷണത്തിന്റെ അപര്യാപ്തത എന്ന് പറയുന്നത്. അതേ ഞാൻ പൊതുവായിട്ട് ഒരു കരുത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരെണ്ണം മാത്രം വച്ചാൽ പോരെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമുക്ക് എവിടെയൊക്കെ അത് ചെയ്യാൻ പറ്റുമോ, എവിടെയൊക്കെ ടൂറിസ്റ്റ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഇപ്പോൾ സിറ്റിയിലും മറ്റേ ടൗണുകളിലും നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ മറ്റൊരു ചെറിയ ഒരു പെട്ടി പോലെ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അതുപോലെ നമുക്ക് എവിടെ സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അവിടെ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കും. അതല്ലേ ആവശ്യം. അപ്പോൾ നമുക്ക് നമ്മൾ ഇത് മാത്രം ചെയ്തു ഇത് ചെയ്തില്ലെന്നാ നമുക്ക് ആഹാന്ന് പറയാൻ പറ്റില്ല. അത് ഒന്നൊന്നായിട്ട് നമ്മൾ അതിൻ്റെ ഇപ്പം സാർ ഇത്രയും ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പരമാവധി എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ എന്തൊക്കെ വിട്ടുപോയെന്ന് നമുക്കറിയില്ല. പക്ഷേ അതുപോലെ നമ്മൾ അതിൽ ഇരുന്നു കൊണ്ട് നമ്മളത് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ എത്തുള്ളൂ. അപ്പൊ ഏതാ ചെയ്യേണ്ടത്? ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾ ഒരു പ്രശ്നം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അതിനുള്ള പരിഹാരത്തിന് വേണ്ട മാർഗങ്ങൾ കണ്ടെത്തി ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചത് 3-ാം വാർഡിലെ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആർ വിവേക് ചേട്ടനാണ്. ചേട്ടന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് രാജീവ് നഗറിൽ ഉള്ള ഓരോ വോട്ടർമാരോടും എനിക്കും മറയൂർ ചാനലിനും പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു വോട്ടാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ അടുത്ത 5 വർഷത്തേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി പ്രാപ്തനായ നേതാവ് ആരാണോ അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ അത് എൻ്റെ ഉത്തരവാദിത്വം. അവസാനമായി വോട്ടേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. நான் 3ஆம் வார்டு സ്ഥാനാർത്ഥിயாக இருக்கிறேன். ஆர் விவேக் என் பேர். நான் என்ன சொல்கிறேன்னு சொல்லி ஓட்டுறதுக்கு நான் சொல்கிறது என்னென்னா, அதாவது சார் சொன்னது போல் உங்களுடைய உரிமை 5 ஆண்டு காலம் நம்மளை யார் வழி நடத்தக்கூடிய ஒரு தகுதி கொடுக்கக்கூடிய ஒரு காரியம். அது உங்களுக்கு தெரியும். இப்போ இது வரைக்கும் பேட்டியை நீங்கள் டிவியில் பார்ப்பீங்க. அதே சமயத்தில் நான் சொல்லக்கூடிய ஒரே ஒரு வார்த்தை, 45 ஆண்டு காலமாக பறித்து கொண்டிருக்கின்ற காங்கிரஸ் பரணம் மாறணும் அப்படிங்கிற ஒரு சிந்தையோடு கூடி நாங்கள் LDF சர்க்கார் செய்த ஆணுகூலியத்தை நாங்கள் சொல்லி உங்களிடம் ஓட்டு கேட்குறோம். மீண்டும் உங்களுடைய நன்மைகளை கருதி உங்களுக்காக வேண்டி நாங்கள் உங்களோடு ஒப்பம் இருந்து உங்களுடைய காரியங்களை நேடியெடுக்கவும் உங்களுக்கு தேவையான அடித்தள சௌகரியங்களை செய்து கொடுக்கவும் நாங்கள்லாம் முன்னிற்போம் என்று சொல்லி உங்களிடம் நாங்கள் ஓட்டு கேட்கின்றோம். அதுபோல் எங்களுடைய சின்னம் அருவாள் சுற்றிய நட்சத்திரமும் கதிரருவாள் சின்னமும். நீங்கள் கண்டிப்பாக ஓட்டுச்சாவடிக்கு போகும்பொழுது இதெல்லாம் நன்காய் சிந்தித்து இப்போ நடந்த நான் சொல்லணும்னு சொன்னால் சார் என்னையை கொஞ்சம் மாவாட்டி விட்டாங்க. கொஞ்ச நேரம் கையெல்லாம் விடன்னு வந்துருச்சு. அந்த மாதிரி ஒரு சூழ்நிலையை அவங்க கேட்டு எங்களை அதனுடைய காரியங்கள் என்ன, அவங்களுடைய உள்நோக்கம் என்ன, வெளிநோக்கம் என்ன, அவங்க எதை நோக்கி இந்த பாதைக்கு வந்திருக்கிறாங்க, ஜனங்களுக்கு என்ன செய்வாங்க அப்படிங்கிறத அவங்க கேட்டாங்க. அவங்க தவறாக ஒன்றும் கேட்கவில்லை. நான் அப்படியே கருத்தாக சொல்ல, அவங்க கேட்ட கேள்வி என்னென்னா, ஜனங்களுக்கு இவர் என்ன செய்வாங்க, இவங்க வந்தால் என்ன பண்ணுவாங்க அப்படிங்கிற ஒரு சின்ன ஒரு வாதியமாக இருந்தது. அதனால் நாங்கள் அதை மனப்பூர்வமாக சொல்கிறோம். நீங்கள் நம்பி ஓட்டு செய்யலாம். வருங்காலங்களில் நம்ம விரிவாக்க செய்யலாம். அதுபோல் இவ்வளோ நேரம் என்னை பேட்டி எடுத்த அன்பு சாருக்கும் இந்த மறையூர் சேனல் இதனுடைய நிர்வாகத்துக்கும் இதனுடைய பணிபுரிகின்ற அனைத்து சார்மாருக்கும் நான் நன்றிகளை கூறிக்கொள்கிறேன். அதுபோல் மறையூரில் உள்ள அனைத்து ஓட்டுநர்களுக்கும் நன்றி கூறுகிறேன். நன்றி ஏன் என்று சொன்னால், நீங்கள் அழகாக நேரத்தை போல் அல்ல, இப்பொழுது எல்லோருக்குமே ஒரு செல்லுன்னு வந்த காரியத்தினாலே அநேக நீங்கள் செல்லிலேயே பார்த்து தெரிஞ்சிக்கக்கூடிய நிறைய காரியங்கள் உண்டு. அதுபோல் நீங்கள் அழகாக சிந்தித்து நீங்கள் வாக்களிக்கும் பொழுது கதிரருவாள் சின்னத்துக்கும் அறிவாள் சுற்றியல் நட்சத்திரத்துக்கும் வாக்களித்து எங்களை வெற்றி பெற செய்ய வேண்டும் என்று உங்களை தாழ்மையோடு கேட்டுக்கொண்டு விடைபெறுகிறேன். நன்றி, வணக்கம்.